നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധരും നിത്യനുമായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായിട്ടുള്ള ഈ നല്ല സന്ധ്യാസമയത്തിന് കർത്താവിനെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. നിൻ്റെ ഏറിയ കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ക്രിസ്തുവേശുവിലുള്ള സൗജന്യ നീതീകരണത്തെക്കുറിച്ച് പഠിപ്പാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങൾക്ക് നൽകിയ വലിയ സാഹചര്യത്തിനായിക്കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് ഈ ശിശുക്കളായ ദടിയങ്ങളോട് ഇത്രമാത്രം കൃപ കാണിപ്പാൻ കർത്താവ് നിനക്ക് കൃപ തോന്നിയല്ലോ. നിൻ്റെ ദയക്കായി സ്തോത്രം, നിൻ്റെ സാന്നിധ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധാത്മാവാ ദൈവമേ, ഈ ശബ്ദം കടന്നിരുന്ന ഓരോ വ്യക്തികളിന്മേലും അവിടെ ഹൃദയത്തെ പരിച്ഛേദന ചെയ്ത് അവിടെ ചെവികളെ തുറന്ന് കർത്താവ് എൻ്റെ ആത്മീയ സത്യങ്ങളെ മനസ്സിലാക്കി ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തേക്ക് വരുവാൻ തക്കവണ്ണം സഹായിച്ചാട്ടെ. നിന്നാലല്ലാതെ രക്ഷയിൽ ഞങ്ങളേറ്റ് പറയുന്ന കർത്താവ്, നിന്റെ സമാധാനം വാഴുവാനിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ സ്തോത്രം. കഴിഞ്ഞ ചില ആഴ്ചകളായിട്ട് നാം ചിന്തിച്ചുകൊണ്ടിരുന്ന ഒരു വിഷയമാണ് ക്രിസ്തുവേശുവിലുള്ള സൗജന്യ നീതീകരണം, അല്ലെങ്കിൽ ക്രിസ്തീയ മാർഗത്തിൻ്റെ അടിസ്ഥാന ഉപദേശം. റോമ ലേഖനത്തെ ആസ്പദമാക്കിയ ഒരു പഠനമാണ് നമ്മൾ ദിവസങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കുറച്ച് ആഴത്തിലുള്ള വിഷയങ്ങളാണ് ഇനി നാം പ്രവേശിക്കാൻ പോകുന്നത്. ഇതുവരെയും 7 ക്ലാസ്സുകളിൽ ബേസിക് കാര്യങ്ങൾ മാത്രമായിരുന്നു നാം ചിന്തിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ ഒരു ചെറിയ ഒരു ഇൻട്രൊഡക്ഷനിലേക്ക് പോയതിന് ശേഷം ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ ചിത്രത്തിൽ നിങ്ങൾ കാണുന്നത് പോലെ തന്നെ ഇതിൻ്റെ ടോപ്പിലുള്ള ചിത്രത്തിൽ ഇവിടെ 4 ചിത്രങ്ങൾ നിങ്ങൾക്ക് കാണാം. മുകളിലുള്ള ചിത്രത്തിൽ കാണുന്നത് പോലെ അവസ്ഥയിലാണ് മാനവജാതിയുടെ അതിൻ്റെ ഒരു അവസ്ഥ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്ലാനിൻ്റെ ഒരു ടോട്ടൽ കാര്യങ്ങളാണ് അതിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. അതിലോരോരോ ഭാഗങ്ങളായിട്ട് നാം തുടർന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കും. കുറച്ച് കാര്യങ്ങൾ നാം ചിന്തിച്ചു. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനെ കുറിച്ചുള്ള പ്ലാന്. അതാണ് ഇവിടെ താഴത്തേൽ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ആദ്യത്തെ ചിത്രം. ദൈവം തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു. ഒരു പ്രത്യേക പദ്ധതിക്ക് വേണ്ടിയായിരുന്നു. അതായത് ആകാശത്തിലെ പറവജാതി, സമുദ്രത്തിലെ മത്സ്യം, സകല ഭൂചര ജന്തുക്കളുമേലും വാഴുക അല്ലെങ്കിൽ ഭരിക്കുക എന്നൊരു പ്രത്യേകമായ പദ്ധതിയോട് കൂടിയായിരുന്നു ദൈവം തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചത്. എന്നാൽ അവനെ പരീക്ഷിക്കുന്ന സമയത്ത്, അതായത് എല്ലാ മോറൽ ഏജൻസിനെയും ദൈവം പരീക്ഷിക്കാൻ വേണ്ടി സൃഷ്ടിച്ച ഒരു സൃഷ്ടിയാണ് സൈറ്റാൻ എന്ന് പറയുന്നത്. ദൈവഹിതം ചെയ്യുമോ അല്ലെങ്കിൽ സ്വന്തം ഹിതം ചെയ്യുമോ എന്നതിന് അവൻ കൊടുത്തിരുന്ന ഒരു അല്ലെങ്കിൽ വെച്ചിരുന്ന ഒരു ടെസ്റ്റാണ് സൈത്താൻ മുഖാന്തരം ഏതൻ തോട്ടത്തിൽ നടന്നത്. ദൈവം ഒരു കൽപ്പന കൊടുത്തിരുന്നു. തോട്ടത്തിൽ സകല വൃക്ഷത്തിൻ്റെയും ഫലം നിങ്ങൾക്ക് ഇഷ്ടം പോലെ തിന്നാം, എന്നാൽ നന്മയെ കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളിതി മരിക്കും. എന്നാൽ സൈറ്റാൻ കടന്നു വന്ന പരീക്ഷിച്ച കാര്യങ്ങളും എങ്ങനെ വീണു പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് നാം ചിന്തിച്ചു. എങ്കിലും അതിൻ്റെ കുറച്ച് വചനങ്ങൾ നാം ഇന്ന് ചിന്തിക്കും. അതിനോട് ബന്ധപ്പെട്ട ചിത്രമാണ് നമ്മൾ സെൻറ്ററിൽ കാണുന്ന ചിത്രം. അതിനുശേഷം ഈ അവസ്ഥയിലുണ്ടായിരുന്ന വ്യക്തി, ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ സാദൃശ്യം സൃഷ്ടിക്കപ്പെട്ടവനായ വ്യക്തി, തുടർന്ന് സെൽഫിനെ തിരഞ്ഞെടുത്തപ്പോൾ ദൈവ തേജസ് നഷ്ടപ്പെടുകയും അവിടെ സെൽഫ് കടന്നു വരികയും അല്ലെങ്കിൽ പാപത്തിൻ്റെ ദാസന്മാരായി തീരുന്ന ഒരു അവസ്ഥയിലേക്ക് കടന്നു വന്ന് നാം തുടർന്ന് വാക്യങ്ങൾ വായിക്കും. ഈ അവസ്ഥയിലിരുന്ന വ്യക്തിയോട് സുവിശേഷം പറഞ്ഞ് എങ്ങനെയാണ് വീണ്ടും ജനനം പ്രാപിച്ച് ദൈവികത പ്രകാരം ഒരവസ്ഥയിലേക്ക്, ഒരു പൂർവിക അവസ്ഥയിലേക്ക് കടന്നു വരാൻ സാധിക്കുന്നതിനെ കുറിച്ചായിരുന്നു നാം ചിന്തിച്ചു വന്നത്. ഇത് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ. നമ്മൾ ഒന്നാമത്തെ കാര്യം നമുക്ക് വീണ്ടും ഒന്നുകൂടി ചിന്തിക്കാം. നാം ചിന്തിച്ചു വരുന്നത്, ഇന്നത്തെ സബ്ജക്റ്റ് നമുക്ക് ചിന്തിക്കാനുള്ളത് ഇംപ്യൂട്ടഡ് ഓർ ഇൻഹെറിറ്റഡ് സിൻ, അല്ലെങ്കിൽ ആദാമിൻ്റെ പാപത്തെ നമുക്ക് എങ്ങനെയാണ് കണക്കിടുന്നത്, അത് പാരമ്പര്യമായിട്ട് നമുക്ക് കണക്കിടുന്ന ഏതവസ്ഥയിലാണെന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാനുള്ളത്. അതിനോട് താരതമ്യപ്പെടുത്തിക്കൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ നീതി എങ്ങനെയാണ് സൗജന്യമായിട്ട് വിശ്വാസിക്ക് കണക്കിടുന്നത് എന്നൊരു കാര്യമാണ് ചിന്തിക്കാനുള്ളത്. ഈ വിഷയത്തിൽ നമ്മൾ വചനം കഴിഞ്ഞ ദിവസം ചിന്തിച്ചു, പക്ഷേ അത് റെക്കോർഡ് ചെയ്യാൻ സാധിച്ചില്ല. അതുകൊണ്ടാണ് ഇന്ന് വീണ്ടും ഒരു റെക്കോർഡിങ്ങിലേക്ക് കടന്നു പോകുന്നത്. അത് റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ 12 തുടങ്ങി 21 വരെ വാക്യങ്ങളിലാണ് എഴുതിയിരിക്കുന്നത്. അതിൽ ചെറിയ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഇന്ന് ക്രിസ്തീയ ഗോളത്തിലുണ്ട്.
അത് തന്നെ ആദ്യമായിട്ടൊന്ന് തീർത്ത് എടുക്കാനാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടും വളരെ ശ്രദ്ധയോടും കൂടെ നിങ്ങൾ കേൾക്കണമെന്ന് ആഗ്രഹിക്കുകയാണ്. ഇത് യൂട്യൂബിൽ കാണുന്നവരോട് ഞാൻ പ്രത്യേകമായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നത്, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അല്ല ഒരു എതിരഭിപ്രായമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വ്യക്തിപരമായിട്ട് കോൺടാക്റ്റ് ചെയ്തതാണ്. ഇതിൻ്റെ അവസാനത്തിൽ ഞാനൊരു ചെറിയ ക്വസ്റ്റ്യനെയർ ഇടുകയും അതിൽ തന്നെ എൻ്റെ ടെലിഫോൺ നമ്പർ, വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് എന്നോട് കോൺടാക്റ്റ് ചെയ്യാം. ഒരു പുതിയ ഉപദേശം കൊണ്ട് സ്ഥാപിക്കുകയല്ല ചെയ്യുന്നത്, യഥാർത്ഥത്തിലുള്ള ഉപദേശം. എന്നാൽ സേറ്റാനായവൻ അതിനെ മറച്ചു കളഞ്ഞുകൊണ്ട് ക്രിസ്തുവേശുള്ള സൗജന്യ നീതീകരണം എങ്ങനെ നടക്കുമെന്ന സംഭവത്തെ പൂർണ്ണമായും മാറ്റിമറയ്ക്കുന്ന ഒരവസ്ഥയിലേക്ക് കടന്നു വരികയാണ് എന്നൊരു കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരം അതിനെ ജയിക്കുകയില്ല. അപ്പോൾ ഇതൊരിക്കലും കെട്ടുപോകാൻ കർത്താവ് സമ്മതിക്കുകയില്ല. അവിടെ ഇവിടെയും തക്ക സമയത്ത് തൻ്റെ ദാസന്മാരെ എഴുന്നേൽപ്പിച്ചുകൊണ്ട് കർത്താവ് ഈ കാര്യം ചെയ്തെടുക്കും. ഇപ്പോൾ റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ 12 തുടങ്ങി 21 വരെയുള്ള വാക്യങ്ങൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഇത് വായിച്ചു പോവുകയാണ്. അതിനുശേഷം അതിൻ്റെ എക്സ്പ്ലനേഷനിലേക്ക് കടന്നു വരാം. 12-ാം വാക്യം ഞാൻ മലയാളത്തിൽ വായിക്കുന്ന, ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ വായിക്കാൻ സാധിക്കും. കിങ് ജെയിംസ് വെർഷനാണ് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇവിടെയാണ് ഏറ്റവും വലിയൊരു തെറ്റിദ്ധാരണ. ക്രിസ്തീയ ഗോളത്തിൽ എന്ന് പറഞ്ഞ ഒരു 99% ഞാൻ പരിചയപ്പെട്ടിട്ടുള്ളതും പല മെസ്സേജുകളും വായിച്ചിട്ടും കേട്ടിട്ടുള്ളതിലൊക്കെ ഒരു 99% ക്രിസ്തീയ ഗോളത്തിൽ വിശ്വാസികളടക്കം, പെന്തിക്കോസ്തിലടക്കം, മറ്റു ബ്രദറേഴ്സിലോ മറ്റിടയ്ക്ക് തന്നെ, എന്നാൽ ചിലർ ഇത് ഗ്രഹിച്ചിട്ടുണ്ട്. എന്നാൽ 99% തെറ്റായിട്ടാണ് ഗ്രഹിച്ചിരിക്കുന്നത്. ഈ വാക്യത്തിൻ്റെ ആദ്യത്തെ ഘടകം, അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു എന്ന് പറഞ്ഞാൽ, ആദാമിൻ്റെ കറപ്റ്റഡായിരിക്കുന്ന ഒരു സോള്, ഒരു ആത്മാവിനെയാണ് അവൻ്റെ ജനറേഷൻസിന് അല്ലെങ്കിൽ അവരുടെ പിൻതലമുറയ്ക്ക് നൽകിയിരിക്കുന്ന ഒരു തെറ്റിദ്ധാരണ. അതായത് നമുക്ക് എതിർത്ത് നിൽപ്പാൻ കഴിയാതെ വണ്ണം, കഴിഞ്ഞ ദിവസം ഞാനൊരു ചിത്രത്തിൽ കൂടെ അത് കാണിച്ചിരുന്നു, ഒരു ഗ്ലാസ്സിലേക്ക് മറ്റൊരു ഗ്ലാസ്സിൽ നിന്ന് വെള്ളം പകരുന്നത് പോലെ ആ ഗ്ലാസ് റിസീവ് ചെയ്യുന്ന ഗ്ലാസ്സിന് അതിന് എതിർപ്പാനൊന്നുമില്ല, അതിന് ജീവനില്ലാത്തതാണ്. അതിലേക്ക് പകർന്നതുപോലെ ആദാമിൻ്റെ സിന്ന് അവൻ്റെ പിൻതലമുറകൾക്ക് എല്ലാവർക്കും പകർന്നു. എല്ലാവരും നാച്ചുറലി എന്ന വാക്ക് ഉപയോഗിക്കുന്നത് അവർക്ക് പാപമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നൊരവസ്ഥയിലാണ് മിക്കവാറും തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. എന്നാൽ ആ വാക്യത്തിന് ശരിയായ ഇൻ്റർപ്രിട്ടേഷൻ നാം ചിന്തിക്കുകയും കുറച്ച് കഴിയുമ്പോൾ അങ്ങനെ എല്ലാവരും പാപം ചെയ്യാൻ പാപം സകല മനുഷ്യരും പരന്നിരിക്കുന്നു. പാപമോ ന്യായപ്രമാണം വരെ ലോകത്തിലുണ്ടായിരുന്നു. എന്നാൽ ന്യായപ്രമാണം ഇല്ലാതിരിക്കുമ്പോൾ പാപത്തെ കണക്കിടുന്നില്ല. എങ്കിലും വരുവാനുള്ളവൻ്റെ പ്രതിരൂപമായ ആദാമിൻ്റെ ലംഘനത്തിന് തുല്യമായി പാപം ചെയ്യാത്തവരിലും മരണം ആദാം മുതൽ മോശ വരെ വാണിരുന്നു. എന്നാൽ ലംഘനത്തിൻ്റെ കാര്യവും കൃപാവധത്തിൻ്റെ കാര്യവും ഒരുപോലെയല്ല. ഏകൻ്റെ ലംഘനത്താൽ അനേകർ മരിച്ചുവെങ്കിൽ ദൈവകൃപയും ഏക മനുഷ്യനായ യേശു ക്രിസ്തുവിൻ്റെ കൃപയാലുള്ള ദാനവും അനേകർക്ക് വേണ്ടി ഏറ്റവും അധികമായി കവിഞ്ഞിരിക്കുന്നു. ഏകൻ പാപം ചെയ്തതിൻ്റെ ഫലവും ദാനത്തിൻ്റെ കാര്യം ഒരുപോലെയല്ല. ഏകൻ്റെ പാപം ശിക്ഷാവിധി കൽപ്പിക്കാൻ ഹേതുവായി തീർന്നു. കൃപാപരമോ അനേക ലംഘനങ്ങളും മോചിക്കുന്ന നീതീകരണ വിധിക്ക് ഹേതുവായി തീർന്നു. അടുത്ത പേജ് നമ്മൾ വായിക്കുന്നത്, ഏകൻ്റെ ലംഘനത്താൽ മരണം ഏക നിമിത്തമാണുവെങ്കിൽ കൃപയുടെയും നീതിദാനത്തിൻ്റെയും സമൃദ്ധി ലഭിക്കുന്നവർ യേശു ക്രിസ്തു എന്ന ഏക നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും. അങ്ങനെ ഏക ലംഘനത്താൽ സകല മനുഷ്യർക്കും ശിക്ഷാവിധി വന്നതുപോലെ ഏകനീതിയാൽ സകല മനുഷ്യർക്കും ജീവകാരണമായ നീതീകരണം വന്നു. ഏക മനുഷ്യൻ്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ ഏകൻ്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി തീരും. എന്നാൽ ലംഘനം പെരുകേണ്ടതിന് ന്യായപ്രമാണം ഇടയിൽ ചേർന്ന് വന്നു. എങ്കിലും പാപം പെരുകിയെടുത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു. പാപം മരണത്താൽ വാണതുപോലെ കൃപയും നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു മുഖാന്തരം നീതിയാൽ നിത്യജീവനായി വാഴേണ്ടതിന് തന്നെ. ഇവിടെ വളരെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നത്, അപ്പോസ്തലനായ പൗലോസ് റോമാലേഖനത്തിൽ കൂടെ തീം എന്ന് പറയുന്നത് പ്രവൃത്തിയിൽ കൂടെയുള്ള നീതീകരണമല്ല. അപ്പോസ്തലനായ പൗലോസ് സുവിശേഷം അറിയിച്ച കാലഘട്ടം ഓർക്കണം. അന്ന് സുവിശേഷത്തിന് ഒപ്പോണൻ്റായിട്ട് നിന്നിരുന്നത് ജുഡൈസമായിരുന്നു. മോശയുടെ ന്യായപ്രമാണം അനുസരിച്ചല്ലാതെ രക്ഷ പ്രാപിക്കാൻ കഴിയില്ലെന്ന് അടിയുറച്ച് വിശ്വാസമുണ്ടായിരുന്ന ഒരു കൂട്ടരിടയിലാണ് യഹൂദന്മാരായ ശിഷ്യന്മാർ ആദ്യം പ്രവൃത്തി ആരംഭിച്ചത്. പിന്നീടാണ് ജാതികളിലേക്ക് കർത്താവ് കൊണ്ട് പരിശുദ്ധാത്മാവ് നടത്തുന്നത്. അപ്പോൾ അവർക്ക് ഏറ്റവും
എതിർത്ത് നിന്നത് ജുഡായിസമായിരുന്നു. മോശയുടെ ന്യായപ്രമാണത്താലല്ലാതെ രക്ഷ പ്രാപിക്കാൻ സാധിക്കുകയില്ല എന്നുള്ള തത്വമായിരുന്നു. എന്നാൽ മോശയുടെ ന്യായപ്രമാണത്താലല്ല, ക്രിസ്തുവേശുവിൻ്റെ വിശ്വാസത്താലുള്ള സൗജന്യ നീതീകരണമാണ് നടക്കുന്നതെന്ന് സ്ഥാപിക്കുന്നതായിരുന്നു ഈ റോമാലേഖനത്തിൻ്റെ അടിസ്ഥാന ലക്ഷ്യമെന്ന് പറയുന്നത്. അതിൻ്റെ തീം എന്ന് പറയുന്നത് അതാണ്. അങ്ങനെ 1-ാം അധ്യായത്തിൽ ജാതികൾ എങ്ങനെ ശിക്ഷാർഹരായി തീർന്നു എന്ന് വിവരിക്കുമ്പോൾ, 2-ാം അധ്യായത്തിൽ ന്യായപ്രമാണം അറിയുന്ന യഹൂദന്മാർ ന്യായപ്രമാണം അനുസരിക്കായതുകൊണ്ട്, അല്ലെങ്കിൽ അവർക്ക് അനുസരിക്കാൻ കഴിയാത്തത് കൊണ്ട് അവർ ശിക്ഷാർഹരായി തീർന്നു. അങ്ങനെ ഒരു വ്യത്യാസമില്ല, സകലരും എന്ന് പറയുമ്പോൾ ഈ ജാതികളും യഹൂദനും എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെട്ടു എന്ന് കൺക്ലൂഡ് ചെയ്യാണ്. എന്നിട്ട് 3-ാം അധ്യായത്തിൻ്റെ 24 തുടങ്ങി 26 വാക്യങ്ങളിൽ ഞാൻ കഴിഞ്ഞ ബസ്സുകളിലൊക്കെയും ചിന്തിച്ചതാണ്. എങ്കിലും കൃപയാൽ ക്രിസ്തുവേശുവിലുള്ള വിശ്വാസത്തിൽ സൗജന്യമായി എത്ര നീതീകരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് എങ്ങനെയാണ് കൃപ എന്താണെന്ന് നാം ചിന്തിച്ചു, പ്രായശ്ചിത്തം എന്താണ് നാം ചിന്തിച്ചു, വീണ്ടെടുപ്പ് എന്താണെന്ന് നാം ചിന്തിച്ചു. ഇതെല്ലാം കഴിഞ്ഞ കാണാത്തൊരാരെങ്കിലും ഉണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ 1 തുടങ്ങി 7 വരെയുള്ള എപ്പിസോഡുകൾ യൂട്യൂബിലുണ്ട്. അത് നിങ്ങൾ കാണുകയാണെങ്കിൽ അതിനെക്കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ വ്യക്തമായിട്ട് കിട്ടും. ഇവിടെ അതിന് സമയമെടുത്താൽ നമുക്ക് സമയപരിധിക്കുള്ളിൽ ഇത് തീർക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് അവിടേക്ക് ചിന്തിച്ചു നോക്കുക. അങ്ങനെ 3-ാം അധ്യായത്തിൻ്റെ അവസാനം കൊണ്ട് നിർത്തിയതിന് ശേഷം 4-ാം അധ്യായത്തിൽ അബ്രാഹാം എങ്ങനെയാണ് വിശ്വാസത്തിൽ നീതീകരിക്കപ്പെട്ടത്, അതിൻ്റെ അടയാളമായിട്ട് പരിച്ഛേദന എങ്ങനെയാണ്, പരിച്ഛേദന തുടർന്നുകൊണ്ട് വിശ്വാസമില്ലാതെ പരിച്ഛേദന തുടർന്നുകൊണ്ട് കാര്യമില്ല എന്ന് സ്ഥാപിച്ച് എങ്ങനെയാണ് വിശ്വാസത്താൽ നീതീകരണം നടക്കുന്നതെന്ന് അബ്രാഹാമിൻ്റെ വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് അപ്പോസ്തലൻ പൗലോസ് വിശദീകരിക്കുകയാണ്. എന്നിട്ട് 5-ാം അധ്യായത്തിൻ്റെ ആരംഭത്തിൽ പറയുന്നത് ആമേൻ കൃപയാലുള്ള നീതീകരണത്തിൻ്റെ വലിയ റിസൾട്ട് പറയുകയാണ്. അങ്ങനെ അതിനോട് താഴോട്ട് വന്നിട്ട് അത് കൺക്ലൂഡ് ശേഷം ഒരു കൺക്ലൂഷൻ എന്ന രീതിയിൽ, ഈ കമ്പാരിസൻ്റെ ഒരു കൺക്ലൂഷൻ എന്ന രീതിയിലാണ് 12-ാം വാക്യം തുടങ്ങി 21-ാം വാക്യം വരെയുള്ള വിശദീകരണം കൊടുക്കുന്നത്. എന്നാൽ അതിൻ്റെ 12-ാം വാക്യത്തിൻ്റെ ആരംഭത്തിൽ തന്നെ ഇന്ന് മിക്കവരും, നിങ്ങൾ എവിടെയെല്ലാം റെഫറൻസ് എടുത്തു നോക്കിയാലും മിക്കവരും തെറ്റിപ്പോയിരിക്കുന്നത്, അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. അവിടെ ലോകം എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഞാനത് കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. ഗ്രീക്ക് ബൈബിളിൽ നിന്ന് കോസ്മോൺ എന്നൊരു വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കോസ്മോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന് ഉപയോഗിക്കുന്ന വാക്കല്ല, കോസ്മൻ ലോകം എന്ന വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അത് നമുക്ക് കൃപയാണെങ്കിൽ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ അത് ചിന്തിക്കാം. അപ്പോൾ അതിന് ആസ്പദമാക്കിയിട്ട് അങ്ങനെയല്ല, ദൈവം ഓരോരുത്തർക്കും, ഓഫ് കോഴ്സ് ആദാമിനെ തെറ്റിദ്ധരിക്കരുത്, നിങ്ങൾ സംശയത്തിനോട് കൂടിയിരുന്നത് നിങ്ങൾ ഗ്രഹിക്കാൻ സാധ്യമല്ല. ആദാമിൻ്റെ ലംഘനത്തിൻ്റെതായ ശിക്ഷകൾ അവൻ്റെ തലമുറകൾക്ക് എല്ലാവർക്കും ഉണ്ട്. അത് നമ്മൾ തുടർന്ന് വിശദീകരിക്കും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഒന്നുകൂടെ ഞാൻ ഈ കാര്യം പുതുതായിട്ട് കേൾക്കുന്നവർക്കും കൂടി, ഇനി നമ്മൾ കുറച്ച് ഹാർഡായിരിക്കുന്നതും ഒത്തിരി തെറ്റായ ഉപദേശങ്ങൾ ഈ വിഷയത്തിലുള്ളത് കൊണ്ടും ഞാൻ വീണ്ടും ഈ കാര്യത്തെക്കുറിച്ച് കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് കുറച്ചുകൂടെ ആഴത്തിൻ്റെ കാര്യം പഠിപ്പിക്കാൻ പറഞ്ഞതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി വിശദീകരണം ബൈബിളിൽ തന്നെ നേരിട്ട് വാക്യങ്ങൾ വായിച്ചുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ സ്ഥിരീകരിക്കാൻ ആഗ്രഹിക്കുകയാണ്. സൃഷ്ടിപ്പിനെ കുറിച്ചുകൊണ്ട് ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 26 തുടങ്ങി 28 വരെയുള്ള വാക്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. സൃഷ്ടിപ്പ് എങ്ങനെ നടത്തി എന്ന കാര്യം 2-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ പറയുന്നു. ഈ കാര്യം നമ്മൾ വായിക്കുകയാണ്. 1-ന്റെ-26 തുടങ്ങി, അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. അവർ സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തിലുള്ള പറവജാതിന്മേലും മൃഗങ്ങളിന്മേലും സർവ്വഭൂമിന്മേലും ഭൂമിയിൽ ഇഴയുന്ന എല്ലാ ഇഴജാതിന്മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു. ഇങ്ങനെ ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി അവനെ സൃഷ്ടിച്ചു. ദൈവം അവരെ അനുഗ്രഹിച്ചു. നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പറവജാതിന്മേലും സകല ഭൂചര ജന്തുന്മേലും വാഴുകയും. അപ്പോൾ സൃഷ്ടിപ്പിൻ്റെ പ്ലാന്, അതിൻ്റെ ഏറ്റവും മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനെ കുറിച്ചുള്ള ഏറ്റവും പ്ലാൻ എന്താണ്, എങ്ങനെയാണ് സൃഷ്ടിക്കാനുള്ള പ്ലാനാണ് 26 തുടങ്ങി 28 വരെ വിശദീകരിക്കുന്നതെങ്കിൽ 2-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ അതെങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്തത്, എങ്ങനെയാണ് നടത്തിയെടുത്തെന്നുള്ള കാര്യമാണ് വിവരിക്കുന്നത്. 2-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം വായിക്കുന്നു. യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട്
അവൻ്റെ മൂക്കിൽ ജീവശ്വാസം മൂതി അവൻ മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. അപ്പോൾ ഈ ചിത്രത്തിൽ ഞാൻ കാണിച്ചിരിക്കുന്നത്, ഈ ഔട്ടർ റിങ് കാണിച്ചിരിക്കുന്നത് അവൻ്റെ ശരീരം, പഞ്ചേന്ദ്രിയങ്ങൾ അടങ്ങുന്ന ശരീരം. ഈ പഞ്ചേന്ദ്രിയങ്ങൾ അടങ്ങുന്ന ഈ ശരീരം കൊണ്ട് നാം ഭാഗികമായ ലോകത്തുമായിട്ട് ബന്ധപ്പെടുന്നു. ഈ അവൻ്റെ മൂക്കിലേക്ക് ജീവശ്വാസം മൂതിയപ്പോൾ ഈ മൺകൂടാരമായിരുന്ന ഈ വസ്തുവിനെ, നമുക്ക് പറയാം, അവിടെ മനുഷ്യനല്ല, ഈ വസ്തുവിനെ ജീവനുള്ള ദേഹി എന്ന അവസ്ഥയിലേക്ക് മാറ്റിയത് ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ടു വന്ന ജീവശ്വാസമാണ്. അതായത് ഈ ഇന്നർ കാണിച്ചിരിക്കുന്ന ഈ ബ്ലൂ റിങ്ങും അതിനുശേഷം കാണിച്ചിരിക്കുന്ന ഈ യെല്ലോ റിങ്ങും അതിൻ്റെ ഉള്ളിൽ കാണിച്ചിരുന്ന മറ്റു കാര്യങ്ങളൊക്കെയും തന്നെ ദൈവത്തിൻ്റെ ഉടമസ്ഥാവകാശത്തിൽ ഇത് വന്നിട്ടുള്ളതാണ്. അതിൻ്റെ ഉടമസ്ഥാവകാശം ദൈവം തന്നെയാണ്. അത് തിരിച്ചു പോകുന്നതും ദൈവത്തിലേക്ക് തന്നെയാണ്. നമുക്ക് അനേക വാക്യങ്ങൾ വായിച്ചത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇവിടെ പ്രാണൻ, ഇനി ഉള്ള കാര്യം വളരെ ശ്രദ്ധിക്കണം. ഈ പ്രാണൻ നമ്മുടെ ശരീരത്തിൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഫിസിക്കലായിട്ടുള്ള വേൾഡുമായിട്ട് ബന്ധപ്പെടുന്നു. കണ്ണുകൊണ്ട് കാണുന്നു. കണ്ണല്ല കാണുന്നത്, നമ്മുടെ മൈൻഡ് കണ്ണിനെ ഉപയോഗിച്ചുകൊണ്ട് കാണുന്നു. ചെവിയല്ല കേൾക്കുന്നത്, നമ്മുടെ മൈൻഡ് ചെവി എന്ന അവയവത്തെ ഉപയോഗിച്ചുകൊണ്ട് കേൾക്കുന്നു. നമ്മുടെ ത്വക്കല്ല സ്പർശനം അനുഭവിക്കുന്നത്, നമ്മുടെ മൈൻഡ് ത്വക്കിനെ ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നു. അതായത് പ്രാണനാണ് അവിടെ മെയിൻ ഏജൻ്റ് ആയിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ഹ്യൂമൻ സ്പിരിറ്റിനകത്ത് ചില ഘടകങ്ങളുണ്ട്. ഹ്യൂമൻ സ്പിരിറ്റ് സ്പിരിച്വൽ ലോകമായിട്ട് ബന്ധപ്പെടുന്നു. ഇത് വളരെ മനസ്സിലാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് വിശ്വാസ ജീവിതം പുലർത്താൻ സാധിക്കുകയുള്ളൂ. ഒരു പക്ഷേ നിങ്ങളൊന്നും ആദ്യമായിട്ട് കേൾക്കുന്നവരായിരിക്കാം. ഇത് മനസ്സിലാക്കിയാലേ ആദാമിൻ്റെ കറപ്റ്റഡ് ആയിരിക്കുന്ന ആത്മാവിനെയാണോ ദൈവം അവൻ്റെ പിൻതലമുറകൾക്ക് നൽകിയത്, അല്ല ദൈവത്തിൽ നിന്ന് ഇൻകറപ്റ്റഡ് ആയിരിക്കുന്ന ഒരു ആത്മാവിനെയാണോ നൽകിയിരിക്കുന്നത് ശരിക്കും മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. അപ്പം ഞാൻ വീണ്ടും പറയുന്നു, മനുഷ്യൻ്റെ പ്രാണനിലുള്ള മൈൻഡ്, ഇമോഷൻ, വില്ല്, മനുഷ്യനുള്ള പ്രാണനാണ് ശരീരത്തിലുള്ള പഞ്ചേന്ദ്രിയങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഫിസിക്കലായിട്ടുള്ള വേൾഡുമായിട്ട് ബന്ധപ്പെടുന്നത്. അതേപോലെ മനുഷ്യൻ്റെ മനുഷ്യാത്മാവ് സ്പിരിച്വൽ ലോകമുണ്ട്. നമുക്ക് ഫിസിക്കൽ ഐ കൊണ്ട് ഫിസിക്കൽ ഒബ്ജക്റ്റുകളെ കാണാം. നമ്മുടെ ഫിസിക്കൽ ഇയർ കൊണ്ട്, ചെവി കൊണ്ട് ഫിസിക്കലായിട്ടുള്ള ശബ്ദങ്ങൾ നമുക്ക് കേൾക്കാം. നമുക്ക് വായിക്കൊണ്ട് ഫിസിക്കലായിട്ടുള്ള സ്വാദുഭോജനങ്ങൾ രുചിച്ചറിയാം, മറ്റു കാര്യങ്ങൾ രുചിച്ചറിയാം. നോസ് കൊണ്ട്, മൂക്ക് കൊണ്ട് നമുക്ക് മണത്തറിയാം. അതേപോലെ തന്നെ സ്പിരിച്വൽ ഒരു ലോകമുണ്ട്. കർത്താവിൻ്റെ കൃപയാൽ ആത്മീയ കണ്ണ് തുറന്നവർക്ക്, ആത്മീയ ചെവികൾ തുറന്നവർക്ക് ആത്മീയ ഗോളത്തിലെ ശബ്ദങ്ങൾ കേൾക്കാം, ആത്മീയ ഗോളത്തിലെ മറ്റു സൃഷ്ടികളെ കാണാം, അവയുമായിട്ട് സമ്പർക്കം നടത്താം. അതിനുള്ള ഘടകമാണ് ഈ റെഡ് കളറിൽ കാണുന്നത്. ആമേ സ്തോത്രം. ഇവിടെ ഫെല്ലോഷിപ്പ് ഒന്നുകൊണ്ട് ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ ജീവശ്വാസം കടന്നു വന്നപ്പോൾ അവന് മനുഷ്യാത്മാവിൽ ദൈവ തേജസ്സും കൂടെ കടന്നു വന്നു. ഇൻറ്റ്യൂഷൻ എന്നൊരു ഘടകമുണ്ട്, അന്തർജ്ഞാനം എന്നൊരു ഘടകം, അതാണ് ആത്മീയ ഗോളവുമായിട്ട് ബന്ധപ്പെടുന്നത്. മനസ്സാക്ഷി എന്നൊരു ഘടകമുണ്ട്, കോൺഷ്യസ് എന്ന് പറയുന്നത്, അവിടെ തെറ്റിനും ശരിയും തമ്മിൽ വിവേചിച്ചറിയുന്നൊരു ഘടകമാണ്. പ്രാണനിൽ നമുക്ക് മൈൻഡ് ഉണ്ട്. ആ മൈൻഡിൽ ലഭിക്കുന്ന വാർത്തയോട് കറസ്പോണ്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇമോഷൻ, ഒരു വികാരമായിരിക്കും നമ്മുടെ ഇമോഷനിൽ വെളിപ്പെടുന്നത്. അല്ലാതെ അതിനായി തന്നെ നമ്മുടെ പ്രാണന് അതിനുള്ളതായി തന്നെ ഒരു വികാരമില്ല. എന്തു വാർത്ത വരുന്നു അതിനോട് കറസ്പോണ്ടൻ്റ് ആയിട്ടുള്ള വികാരം പുറപ്പെടുവിക്കും. ഒരു ദുഃഖ വാർത്ത കേട്ടാൽ ദുഃഖം പുറപ്പെടുവിക്കും. ഒരു സന്തോഷ വാർത്ത കേട്ട് കഴിഞ്ഞാൽ സന്തോഷം പുറപ്പെടുവിക്കും. ഒരു ആൻഷ്യറ്റി, ഒരു ആകാംക്ഷ, അതുപോലെ നമുക്ക് അനേക വികാരങ്ങളുണ്ട്. ഇത് തന്നെയാണ് നമ്മുടെ ആത്മീക ജീവിതത്തിൽ നടക്കുന്നത്. ഇപ്പം നിങ്ങൾ ദൈവവചനം ശ്രവിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പാപബോധം ഉളവാകുകയും, അയ്യോ ഞാൻ പാപിയായി മനുഷ്യനെന്ന് നിങ്ങളിൽ ഒരു വികാരം ഉളവാകുകയും, നിങ്ങളുടെ മനസ്സാക്ഷി യെസ് നീ മരണയോഗ്യനാണെന്ന് നിനക്ക് വെളിപ്പെടുത്തി തരുമ്പോൾ നിൻ്റെ ഫ്രീ വില്ലിലേക്ക് ഈ നോളജ് വന്നാൽ നീയാണ് തീരുമാനമെടുക്കുന്നത്, വേറൊരു വ്യക്തിയല്ല, സേറ്റാനല്ല, ദൈവമല്ല. അതുകൊണ്ടാണ് മനുഷ്യനെ ഫ്രീ വില്ലിൻ്റെ ഉടമയെന്ന് വിളിക്കുന്നത്, സ്വതന്ത്ര മനസ്സിൻ്റെ ഉടമെന്ന് വിളിക്കുന്നത്. ഇത് ശരിക്കും മനസ്സിലായാൽ മാത്രമേ ആദാമിൻ്റെ കറപ്റ്റഡ് ആയിരിക്കുന്ന സ്പിരിറ്റിനെയാണോ അവൻ്റെ പിൻതലമുറകൾക്ക് നൽകിയിരിക്കുന്നത്, അല്ല ദൈവത്തിൽ നിന്നുള്ള ഒരു ഇൻകറപ്റ്റഡ് സ്പിരിറ്റിനെയാണോ നൽകുന്നത് മനസ്സിലാകുകയുള്ളൂ. അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഇൻ്റർ റിലേഷൻ ശരിക്കും മനസ്സിലാക്കണം. മൈൻഡിൽ, പ്രാണനുള്ള മൈൻഡിൽ വരുന്ന നോളജിന്
നോട് അനുപാതികമായിട്ടുള്ള കറസ്പോണ്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇമോഷനേ നമ്മുടെ പ്രാണനിൽ ഉണ്ടാകുകയുള്ളൂ. നിങ്ങൾ ഏത് വിഷയം നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ നിങ്ങൾ എടുത്തു നോക്കിയോളൂ, ഉണ്ടാകുകയുള്ളൂ. ഞാൻ ചെറിയൊരു ഉദാഹരണം പറയും. നമ്മുടെ കുഞ്ഞുങ്ങൾ ബോർഡ് എക്സാം എഴുതിയിരിക്കുന്ന ഒരു കുഞ്ഞാണെന്നിരിക്കും, നല്ല രീതിയിൽ പഠിച്ചു, നമുക്ക് നല്ലൊരു പ്ലാനോട് കൂടിയാണ് പഠിപ്പിക്കുന്നത്. ബോർഡ് എക്സാം എഴുതി, 10th അല്ലെങ്കിൽ 12th എക്സാം എഴുതി, നല്ല രീതിയിൽ ചെയ്തു. അപ്പോൾ റിസൾട്ട് വരുന്നവരേക്കും ആകാംക്ഷ, ആങ്ഷൈറ്റി എന്നൊരു ഇമോഷൻ ഉണ്ടാകും, തീർച്ചയായിട്ടും ഉണ്ടാകും. എത്ര നല്ല ശ്രമിച്ചാലും ഉണ്ടാകും. ഏകദേശം ഏകദേശം ഒരു രൂപരേഖയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഇത്ര % മാർക്കൊക്കെ കിട്ടുന്ന അത് റിസൾട്ട് വരുന്നത് വരേക്കും കാത്തിരിക്കും. റിസൾട്ട് വന്നു കഴിഞ്ഞാൽ പുതിയൊരു നോളജ് വന്നു, ട്രൂത്ത് വെളിപ്പെട്ട എന്താ, ഉടനെ നല്ല മാർക്ക് കിട്ടി, എല്ലാത്തിലും A+ അല്ലെങ്കിൽ A1 റാങ്ക് കിട്ടിയെന്ന് കരുതുക. ഉടനെ ആങ്ഷൈറ്റി അല്ലെങ്കിൽ ആകാംക്ഷ എന്നുള്ള വികാരം മാറിയിട്ട് സന്തോഷം എന്നൊരു വികാരം വരാടെ. ഉടനെ അടുത്തതാണ് ഹയർ സ്റ്റഡീസിന് എവിടെ പോകണം, ഇതൊക്കെ നേരത്തെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ഹയർ സ്റ്റഡീസിനുള്ള കോഴ്സിന് വേണ്ടി കാര്യങ്ങൾ നോക്കും, അതിനുള്ള ഫിനാൻസിൻ്റെ കാര്യങ്ങൾ, ഇതൊക്കെയും. അപ്പോൾ ഓരോരോ വിഷയം വരുമ്പോഴും അതിനോട് കറസ്പോണ്ടൻ്റ് ആയിട്ടുള്ള ഒരു വികാരം വരും. ആ വികാരം വരുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് നമുക്ക് വെളിപ്പെടുത്തി തരുന്നതാണ് നമ്മുടെ മനസ്സാക്ഷി എന്ന് പറയുന്നത്. ആ മനസ്സാക്ഷിയിൽ വെളിപ്പെട്ട് കിട്ടുന്ന ശരിയെയും തെറ്റിനെയും നമ്മുടെ ഫ്രീ വില്ലിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് ഫ്രീ വില്ലാണ് തീരുമാനിക്കുന്നത് ഞാനൊരു പ്രവൃത്തി ചെയ്യണമോ വേണ്ടയോ. നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലേക്ക് ചിന്തിച്ച് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് പലപ്പോഴും ഇത്രയും കാര്യങ്ങൾ അറിയാം, ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. അങ്ങനെയാണ് മനുഷ്യനും മൃഗങ്ങളും തമ്മിൽ വേർതിരിക്കപ്പെടുന്നത്. മൃഗങ്ങൾക്ക് സ്പിരിറ്റില്ല, അവയ്ക്ക് നന്മയും തിന്മയും തിരിച്ചറിയാൻ കഴിവില്ല, അമ്മയും പെങ്ങന്മാരും തിരിച്ചറിയാൻ കഴിവില്ല. ഒരു മൃഗം മറ്റൊരു മൃഗത്തെ കൊന്നാലും അതിന് പ്രത്യേകിച്ച് വികാരങ്ങളൊന്നും ഉണ്ടാകുന്നില്ല, അതതിൻ്റെ അടുത്ത് തന്നെ ഇരിക്കും. എന്നാൽ ഒരു മനുഷ്യനെ കൊന്നാൽ, അബദ്ധവശാൽ തന്നെ കൊന്നാലും കഴിയാവുന്നിടത്തും എല്ലാവിധ തെളിവുകളും മറച്ചു വെച്ച് ഓടിപ്പോകും. എങ്ങനെയെങ്കിലും അതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കും, കാരണം അവൻ്റെ മനസ്സാക്ഷി അവന് കുറ്റം വിധിക്കും. ഇതൊക്കെ നമ്മൾ ചിന്തിച്ച വിഷയങ്ങൾ. ഇങ്ങനെയുള്ള മനുഷ്യനെ എല്ലാ മോറൽ ഏജൻസിനെയും എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ കഴിവുള്ള മനുഷ്യനെ പരീക്ഷിക്കാൻ വേണ്ടി ദൈവം സൃഷ്ടിച്ച, തിന്മയായിട്ട് സൃഷ്ടിച്ച ഒരു സൃഷ്ടിയാണ് സേറ്റാൻ എന്ന് പറയുന്നത്. യെശയ്യാപ്രവചനം 45 7 വാക്യം, യെശയ്യാപ്രവചനം തന്നെ 54 16 വാക്യം വായിച്ചാൽ നിങ്ങൾക്കിത് മനസ്സിലാകും. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെങ്കിൽ സേറ്റൻ എന്ന് പറഞ്ഞുകൊണ്ടൊരു ക്ലാസ് ഈ ബ്രാഡ് ഓഫ് ക്രൈസ്റ്റ് എന്ന ചാനൽ നിങ്ങൾക്ക് കാണാം. 3 എപ്പിസോഡുകൾ മറ്റുണ്ട്. അത് കണ്ടത് അവിടെ സേറ്റാനെ കുറിച്ച്, സൃഷ്ടിപ്പ്, സേറ്റാൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചുകൊണ്ട് അവിടെ വിശദീകരിച്ചിട്ടുണ്ട്. നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ അവസ്ഥയിലുണ്ടായിരുന്ന മനുഷ്യനെ, ഈ സകല ചരാചര്യങ്ങളെയും ഭരിക്കുവാൻ പ്രത്യേക പ്ലാനോട് കൂടിയിരുന്ന മനുഷ്യനെ പരീക്ഷിച്ചപ്പോൾ ആ പരീക്ഷയിൽ അവൻ വീണുപോയി. ദൈവഹിതം ചെയ്യുന്നതിന് പകരം അവൻ്റെ ഉള്ളിലൊരു കൽപ്പനയുണ്ട്, തോട്ടത്തിലെ സകല വൃക്ഷത്തിൻ്റെ ഫലം നിനക്ക് ഇഷ്ടം പോലെ തിന്നാം, എന്നാൽ നന്മത്തിന്മയെ കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും എന്നൊരു കൽപ്പനയുള്ളപ്പോൾ പാമ്പ് കടന്നു വന്ന് ചോദിക്കുകയാണ്. പാമ്പ് സ്ത്രീയോട്, തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഫലം ഞങ്ങൾക്ക് തിന്നാം, ഒരു മറുപടി കൊടുത്തു. തോട്ടത്തിൽ യാതൊരു വൃക്ഷത്തിൻ്റെ ഫലം നിങ്ങൾ തിന്നരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്നൊരു ചോദ്യം വന്നപ്പോൾ ഒരു പുതിയ നോളേജ് ഉരുവാകത്തക്കവണ്ണം ഒരു ചോദ്യം മൈൻഡിലേക്ക് വന്നു. ഉടനെ ഉത്തരം വന്നു. സ്ത്രീ പാമ്പിനോട്, തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഫലം ഞങ്ങൾക്ക് തിന്നാം, എന്നാൽ ഞങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് തോട്ടത്തിൻ്റെ നടുവിലുള്ള വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്, തൊടുകയും ചെയ്യരുത്. ദൈവം തുടരുന്ന് പറഞ്ഞിട്ടില്ല, വചനത്തോട് അല്പം ഒന്ന് കൂട്ടി. ദൈവം പറഞ്ഞു, തിന്നുന്ന നാൾ നിങ്ങൾ മരിക്കും, ദ ഡേ യു ഈറ്റ് യു ഷാൽ ഷുവർലി ഡൈ. അതിനെ ഒന്ന് ലഘൂകരിച്ചു. ഒന്ന് ദൈവവചനത്തിൻ്റെ ഗാംഭീര്യതയെ, വെയിറ്റേജിനെ ഒന്ന് ലഘൂകരിച്ചു. മറ്റൊന്ന് വചനത്തോടൊന്ന് അല്പം കൂട്ടി, തൊടുകയും ചെയ്യരുത്. ഇത് തന്നെയാണ് അന്നും ഇന്നും എന്നും ദുരുപദേഷ്ടന്മാർ ഉപയോഗിക്കുന്ന തന്ത്രം. വചനത്തിൻ്റെ വെയിറ്റേജ് കുറയ്ക്കുക, വചനത്തോട് കൂട്ടുക, വചനത്തോട് കുറയ്ക്കുക. ഉടനെ സേറ്റാന് മനസ്സിലായി ഇവൾ വചനത്തിൽ ഉറച്ചിട്ടില്ല. പാമ്പ് സ്ത്രീയോട്, നിങ്ങൾ മരിക്കയില്ല നിശ്ചയം, പുതിയൊരു നോളജ്. മരിക്കും നിശ്ചയം എന്ന നോളജും അതിനോട് കറസ്പോണ്ടൻ്റ് ആയിട്ടുള്ള ഒരു വികാരം ആ സ്ത്രീ നിൽക്കുമ്പോൾ ദൈവഭക്തിയോടുകൂടെ, ദൈവഭയത്തോടുകൂടെ, ദൈവത്തിന് ഹിതമായ പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് അവളിൽ കൂടെ ദൈവം ഭൂമിയിലുള്ള സകല ചരാചര്യങ്ങളെയും ഭരിക്കുകയായിരുന്നു, ആദാമിൽ കൂടെ ഭരിക്കുകയായിരുന്നു. എന്നാൽ പുതിയൊരു നോളജ് വന്നു, നിങ്ങൾ മരിക്കുകയില്ല നിശ്ചയം.
തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണ് തുറക്കുകയും നിങ്ങൾ നന്മത്തിന്മകളെ അറിയുന്നവരായി ദൈവത്തെ പോലെ ആകുകയും ചെയ്യുമെന്ന് ദൈവം അറിയുന്നു എന്ന് പറഞ്ഞു. ഉടനെ ഒരു പുതിയ ഇമോഷൻ ഡെവലപ്പായി. ആ ഇമോഷനോട് കൂടിയാണ് സ്ത്രീ വൃക്ഷത്തിലേക്ക് നോക്കുന്നത്. ആ വൃക്ഷഫലം തിന്നാൻ നല്ലതും കാണാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യമെന്ന് സ്ത്രീ കണ്ടു, ഫലം പറിച്ചു തിന്നു, ഭർത്താവിനും കൊടുത്തു, അവന് തിന്നു. ഇതിന് യാക്കോബ് പറഞ്ഞിരിക്കുന്നത് മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. ആ പുതിയ നോളേജ് വന്നപ്പോൾ പുതിയൊരു വികാരം. എന്തുകൊണ്ട്? ഇത് തിന്നാൽ കണ്ണു തുറക്കും, മരിക്കയിലെ നിശ്ചയം എന്നുള്ള പുതിയൊരു അറിവ് വന്നിരിക്കുന്നു. കണ്ണു തുറക്കും, നന്മത്തന്മകളെ കുറിച്ച് തിരിച്ചറിവുള്ളവരായി ദൈവം സെൽഫ് എക്സിസ്റ്റഡ് ആയിരിക്കുന്ന പോലെ നമുക്കും സെൽഫ് എക്സിസ്റ്റഡ് ആകാം. അങ്ങനെ ആ മോഹം ഗർഭം ധരിച്ചു. അടുത്തതാണ് ആ ഉടനെ ദൈവ തേജസ് വിട്ടുപോയി. ഉടനെ അതാണ് നമ്മുടെ ഫ്രീ വില്ലിന്മേൽ അധികാരം നടത്തുവാൻ ദൈവത്തിന് അധികാരമില്ല, ശേഷനും അധികാരമില്ല. ഒരു നോളേജ് വന്ന ആ നോളേജിനോട് കറസ്പോണ്ടൻ്റ് ആയിട്ടുള്ള വികാരം, ആ വികാരം തെറ്റാണോ ശരിയാണോ, ആ നോളജ് തെറ്റാണോ ശരിയാണെന്ന് വളരെ വ്യക്തമായിട്ട് ജഡ്ജ് ചെയ്യുന്ന ഒരു അവയവമാണ് നമ്മുടെ മനസ്സാക്ഷി എന്ന് പറയുന്നത്, കോൺഷ്യസ് എന്ന് പറയുന്നത്. അതിനെ ഓവർകം ചെയ്തിട്ടാണ് ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും കാണാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിക്കും കാമ്യെന്നും രണ്ട് സ്ത്രീ കണ്ട് പറിച്ചു തന്നു, ഭർത്താവിനും കൊടുത്തു. ഉടനെ എന്ത് സംഭവിച്ചു? ഉടനെ ഇരുവരുടെ കണ്ണു തുറന്നു, തങ്ങൾ നഗ്നരും നിറഞ്ഞു, അത്തിയില കൂട്ടിത്തുന്നി തങ്ങൾക്ക് അരയാട ഉണ്ടാക്കി. ഉടനെ അവർക്ക് മനസ്സിലായി ദൈവ തേജസ് നഷ്ടപ്പെട്ടത്. ലജ്ജ കടന്നു വന്നു, നഗ്നരെന്ന് അറിഞ്ഞു, ഉപായങ്ങൾ പ്രയോഗിക്കാൻ തുടങ്ങി. അത്തിയില കൂട്ടിത്തുന്നി. അതെ, ഞാൻ അടുത്ത് ദൈവം കടന്നു വന്ന് ചോദിക്കുന്നതാണ്, ആദാമേ നീ എവിടെ? അവനോട് കൽപ്പന കൊടുത്തിരുന്നത്. അതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. തോട്ടത്തിൽ നിന്റെ കാലൊച്ച കേട്ടിട്ട് ഞങ്ങൾ ഒളിച്ചിരിക്കുകയെന്ന്. ഉടനെ ചോദിക്കുകയാണ്, തിന്നരുതെന്ന് പറഞ്ഞ വൃക്ഷഫലം നീ തിന്നോ? ആ സ്വഭാവങ്ങൾ നോക്കണം. എന്നോടുകൂടി ഇപ്പം നീ തന്ന സ്ത്രീ തന്നു. സ്ത്രീയോട് ചോദിച്ചു, പാമ്പ് എന്നെ വഞ്ചിച്ചു. ദൈവത്തിന് എല്ലാം അറിയാം. എന്നിട്ടും വളരെ വ്യക്തമായിട്ട് അവന് അവസരം കൊടുക്കുകയാണ് റിപ്പൻറ്റ് ചെയ്യുവാൻ. ഒരു ബോധവധം വരത്തക്കവണ്ണം ചോദിച്ചു, തിന്നരുതെന്ന് ഞാൻ പറഞ്ഞ വൃക്ഷഫലം നീ തിന്നോ? തിന്നു എന്ന് പറയുന്നതിന് പകരം എന്താ, എന്നോടുകൂടെ നീ തന്ന സ്ത്രീ തന്നു, ഞാൻ ഭക്ഷിച്ചു. കുറ്റം വേറൊരാളെ മേരിച്ചാൽ ഇതേ സ്വഭാവങ്ങൾ നമ്മളിൽ ഇന്നും വ്യാപരിക്കുന്നുണ്ട്. ഞാൻ ആ ഭാഗത്തേക്കല്ല കടക്കാനായിരിക്കും. നമ്മുടെ സബ്ജക്റ്റ് അതല്ലാത്തതുകൊണ്ട് ആ ഭാഗങ്ങളിൽ ഒത്തിരി നമുക്ക് പഠിക്കാനുണ്ട്, നമ്മെ തന്നെ വിവേചിക്കാനുണ്ട്. നമ്മുടെ നേച്ചർ, എപ്പോഴത്തെ നേച്ചർ, ഈ വചനം കേൾക്കുന്ന എൻ്റെയും നിങ്ങളുടെയും നേച്ചർ എങ്ങനെയാണെന്നൊക്കെ നമുക്ക് ഈ 3-ാം അധ്യായം വിവേചിച്ചറിയാൻ സാധിക്കും. ഉടനെ ദൈവം തൻ്റെ ഈ ശിക്ഷകളെ വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഞാൻ അവിടേക്കേ കടക്കുന്നുള്ളൂ. പാമ്പിനോട് പറയുന്നത്, ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും. ഈ അവളുടെ സന്തതി എന്ന ആരെ കാണിക്കുന്നതിനെ കുറിച്ചൊക്കെയും കുറച്ച് ആഴത്തിൽ പഠിക്കാറുണ്ട്. തമ്മിൽ ശത്രുത്വമുണ്ടാക്കും, അവൻ നിന്റെ തലയെ തകർക്കും, നീ അവൻ്റെ കുതിക്കാൽ തകർക്കും. അപ്പോൾ മാനവജാതിക്ക് സംഭവിച്ചതായിട്ടുള്ള ഈ സംഭവത്തിൽ നിന്നും അവർ രക്ഷിക്കുവാനുള്ള പദ്ധതി, അതായത് സ്ത്രീയുടെ സന്തതി, അവളുടെ സന്തതി മുഖാന്തരം, യേശു മുഖാന്തരം മാനവജാതിയെ രക്ഷിക്കാനുള്ള പദ്ധതിയുടെ ആദ്യ വചനം ദൈവം പുറപ്പെടുവിച്ചു. സ്ത്രീയോട് കൽപ്പിച്ച്, ഞാൻ നിനക്ക് കഷ്ടവും ഗർഭധാരണവും ഏറ്റവും വർദ്ധിപ്പിക്കും, നീ വേദനയോടെ മക്കളെ പ്രസവിക്കും, നിന്റെ ആഗ്രഹം നിന്റെ ഭർത്താവിനോടാകും, അവൻ നിന്നെ ഭരിക്കും. മനുഷ്യനോട് കൽപ്പിച്ചതോ, നീ നിന്റെ ഭാര്യയുടെ വാക്കനുസരിക്കുകയും തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച് വൃക്ഷഫലം തിന്നുകയും ചെയ്തതുകൊണ്ട് നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ ആയുഷ്കാലമൊക്കെയും നീ കഷ്ടതയോടെ അതിൽ നിന്ന് അഹോവൃത്തി കഴിക്കും. മുള്ളും പറക്കാരെയും നിനക്ക് അതിൽ നിന്ന് മുളയ്ക്കും, വയലിലെ സസ്യം നിനക്ക് ആഹാരമാകും. നിലത്തുനിന്ന് നിന്നെ എടുത്തിരിക്കുന്നു, അതിൽ തിരികെ ചേരുവോളം മുഖത്തെ വിയർപ്പ് കൊണ്ട് നീ ഉപജീവനം കഴിക്കും, നീ പൊടിയാകുന്നു, പൊടിയിൽ തിരികെ ചേരും. ഈ കാര്യങ്ങളാണ് ആദാമിൻ്റെ പിൻതലമുറയ്ക്ക് ഫോളോ ചെയ്യുന്നത്. അവൻ കറപ്റ്റഡ് ആയിരിക്കുന്ന സ്പിരിറ്റാണ് അവൻ്റെ പിൻതലമുറയ്ക്ക് നൽകിയിരിക്കുന്നതെങ്കിൽ അവർക്ക് തിന്മയെ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കർത്താവിനെ പറഞ്ഞിട്ടില്ലേ, നല്ല വൃക്ഷമൊക്കെയും നല്ല നിക്ഷേപത്തിൽ നല്ല ഫലം കായ്ക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് ജനിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് ജനിക്കുന്ന, അല്ലെങ്കിൽ ആദാമിന് ജനിച്ച ശിശുക്കളാണോ കുറ്റവാളി, അല്ലെങ്കിൽ അവർക്ക് ആ ഇൻകറപ്റ്റഡ് ആയിരിക്കുന്ന സ്പിരിറ്റിനെ കൊടുത്ത ദൈവമാണോ കുറ്റവാളി? ഇവിടെയാണ് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടത്. ഇതിന് കുറച്ച് വചനങ്ങൾ നമുക്ക് വായിക്കേണ്ടതുണ്ട്. അതെ,
തുടർന്ന് ഉൽപ്പത്തിയുടെ 3-ാം അധ്യായം കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം നമുക്ക് വരാം. മനുഷ്യൻ തൻ്റെ ഭാര്യയ്ക്ക് ഹവ്വ എന്ന് പേര് വിളിച്ചു. അവൾ ജീവനുള്ളവർക്കെല്ലാം മാതാവല്ലോ. യഹോവ ദൈവം ആദാമിന് അവൻ്റെ ഭാര്യയ്ക്കും തോൽ കൊണ്ട് ഒരു ഉടുപ്പുണ്ടാക്കി അവരെ ഉടുപ്പിച്ചു. അവർ തന്നെ അത്തിയില കൂട്ടിത്തുന്നി തങ്ങൾക്ക് തങ്ങളുടേതായ പാപത്താൽ വെളിപ്പെട്ടതായിട്ടുള്ള നഗ്നതയെ മറയ്ക്കാൻ അവർ തന്നെ ഒരു ഉപായമാർഗം കണ്ടുപിടിച്ചു. അത്തിയില കൂട്ടിത്തുന്നി അരയാടെ ഉണ്ടാക്കി. ദൈവം അതിൽ പ്രസാദിച്ചില്ല. ദൈവം തന്നെ അവിടെ ഒരു രക്തച്ചൊരിച്ചിൽ നടത്തി. അതായത് തോൽ കൊണ്ടൊരു ഉടുപ്പുണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു മൃഗത്തെ കൊന്നിരിക്കണം. അതിൻ്റെ ഒരു ഉടുപ്പുണ്ടാക്കി അവരെ ധരിപ്പിച്ചു. അതായത് അവരുടെ പാപത്താൽ വെളിപ്പെട്ട് വന്നതായി നഗ്നതയെ മറയ്ക്കുവാൻ മനുഷ്യൻ നിന്റെ പ്രവൃത്തി കൊണ്ടല്ല, ഞാൻ കൊണ്ടുവരുന്ന പ്രവൃത്തി കൊണ്ട് ഞാൻ തന്നെ നിനക്കൊരു ഉടുപ്പുണ്ടാക്കി തരും. അത് ക്രിസ്തുവിലുള്ള രക്ഷയുടെ വീണ്ടെടുപ്പിൻ്റെ ഒരു അടയാളമായിട്ട് കാണുകയാണ്. ഇന്ന് ഈ വചനം കേൾക്കുന്നവർ ആരെങ്കിലും പാരമ്പര്യത്തിൻ്റെതായ അത്തിയിലകൾ, ഡിനോമിനേഷൻ്റെ അത്തിയിലകൾ, ഇങ്ങനെ ആയിരക്കണക്കിന് അത്തിയിലകളുണ്ട്. അങ്ങനെയുള്ള ഏതെങ്കിലും അത്തിയിലകൾ കൂട്ടിത്തുന്നി നിന്റെ വ്യക്തിപരമായ പാപത്തെ നീ മറയ്ക്കാൻ ശ്രമിക്കുന്നുവെങ്കിൽ അഗ്നിജ്വാലയ്ക്കകത്തോടെ കണ്ടുള്ളവനായി ക്രിസ്തുവിൻ്റെ മുമ്പിൽ നിൽക്കാൻ നിനക്ക് സാധ്യമല്ലെന്ന് ഓർത്തുകൊള്ളുക. അവൻ സൗജന്യമായിട്ട് നിനക്ക് തരുന്ന ആ രക്ഷാവസ്ത്രത്തെ ധരിപ്പാൻ തക്കവണ്ണം ഏൽപ്പിച്ചു കൊടുക്കുക. യഹോവ ദൈവം മനുഷ്യ നന്മത്തിന് മേലെ അറിയാൻ തക്കവണ്ണം നമ്മിൽ ഒരുത്തിനെ പോലെ ആയിത്തീർന്നിരിക്കുന്നു. ഇപ്പോൾ അവൻ കൈനീട്ടി ജീവവൃക്ഷത്തിൻ്റെ ഫലം കൂടെ പറിച്ചു തിന്ന് എന്നേക്കും ജീവിപ്പാൻ സംഗതി വരരുതെന്ന് കൽപ്പിച്ചു. അവനെ എടുത്തിരുന്ന നിലത്ത് കൃഷി ചെയ്യേണ്ടതിന് യഹോവ ദൈവം അവനെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. ഇങ്ങനെ അവൻ മനുഷ്യനെ ഇറക്കിക്കളഞ്ഞു. ജീവൻ്റെ വൃക്ഷത്തിലേക്കുള്ള വഴി കാപ്പാൻ അവൻ ഏദൻ തോട്ടത്തിലെ കെരൂബുകളെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന വാളിൻ്റെ ജ്വാലയിൽ നിർത്തി. ഇവിടേക്കും അനേക കാര്യങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്. പക്ഷെ നമ്മുടെ വിഷയം ഇൻഹെറിറ്റഡ് സിന്നാണോ അല്ലെങ്കിൽ ഇമ്പ്യൂട്ടഡ് സിന്നാണോ എന്നുള്ളതാണ് ഫസ്റ്റ് ചിന്തിക്കാനുള്ളത്. അതിനുശേഷം നമുക്ക് ചിന്തിക്കാനുള്ളതാണ് ഇമ്പ്യൂട്ടഡ് റൈഷ്യസ്നസ് ഓഫ് ക്രൈസ്റ്റ് ടു ദ ബിലീവേഴ്സ് എന്നുള്ളത്. ഇത് ശരിക്കും മനസ്സിലായാൽ നിങ്ങളുടെ നടപ്പ് സ്വർഗത്തിലേക്കാണോ നരകത്തിലേക്കാണോ എന്ന് ശരിക്കും തിരിച്ചറിയാൻ പറ്റുകയുള്ളൂ. ക്രിസ്ത്യണ്ടത്തിൽ ഞാൻ പരിചയപ്പെട്ടിടത്തോളം, ഞാൻ വായിച്ചിട്ട പുസ്തകങ്ങൾ, ഞാൻ ഇടപെട്ട ഇടപാടുകൾ 99% വിശ്വസിച്ചിരിക്കുന്നത് സ്പിരിറ്റാണ് എന്നെ കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പാപിച്ചു, അതുകൊണ്ട് ഞാൻ പാപിയായി തീർന്നു. അത് 2 വാക്യങ്ങളാണ്. റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യമാണ് ഏറ്റവും കൂടുതൽ എടുക്കുന്നത്. അതിനോട് ആസ്പദമാക്കി പറയുന്നത് ലോകത്തിൽ കടന്നു. ഇനി നമുക്ക് ചിന്തിക്കാനുള്ളത് ലോകത്തിൽ കടന്നതിൻ്റെ വിഷയം എങ്ങനെയാണ്. സ്തോത്രം. നമുക്ക് ആദ്യം വായിക്കാം ഉൽപ്പത്തിയുടെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം. അങ്ങനെ ആദാമിന് മക്കൾ ജനിക്കാൻ തുടങ്ങി. ഓക്കെ, ആദ്യം തന്നെ കയീൻ തൻ്റെ കൃഷിഫലത്തിൽ നിന്ന് ഒരു യാഗം കൊണ്ടുവന്നു. ഹാബേൽ ആട്ടിടയനായിരുന്നു. അവന് ആടുകളുടെ കടിഞ്ഞൂലുകളിൽ നിന്ന് അവയുടെ മേധസ്സിൽ തന്നെ യഹോവയ്ക്ക് ഒരു യാഗം കൊണ്ടുവന്നു. യഹോവ ഹാബേലിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചു, കയീനിലും പ്രസാദിച്ചില്ലെന്ന് നാം വായിക്കുന്നു. ഉടനെ കയീന് കോപമുണ്ടായി. ദൈവം അവനോട് ചോദിക്കുകയാണ്, നീ കോപിക്കുന്നത് നീ നന്മ ചെയ്യുന്നുവെങ്കിൽ പ്രസാദമുണ്ടാകുകയില്ലയോ? നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം വാതിക്കൽ കിടക്കുന്നു. ആദാം വീണുപോയ ആദാമിൻ്റെ സന്തതിയായിട്ടാണ് 2 പേരും ജനിക്കുന്നത്. വരുവാനുള്ള മശിഹായുടെ നിഴലായിരിക്കുന്ന ആടിനെ അറുത്തുകൊണ്ട് അതിൻ്റെ മേധസ് എടുത്തുകൊണ്ട് ഒരു വഴിപാട് കഴിച്ചപ്പോൾ ദൈവം അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചു. ആമേൻ. അതേപോലെ തന്നെ ആദാമിലും പ്രസാദിച്ചു. വിശ്വാസത്താൽ അത് ചെയ്തു എന്നാണ് നാം ഹെബ്രായലേഖനത്തിൽ വായിക്കുന്നത്. എന്നാൽ കയീനെ സംബന്ധിച്ച് ദൈവം നമ്മുടെ വിഷയം പാപം അവന് കിടക്കുന്നുണ്ടോ അല്ല പുറത്താണോ ചിന്തിക്കുന്നത്. നീ നന്മ ചെയ്യുന്നുവെങ്കിൽ പ്രസാദമുണ്ടാകുകയില്ലയോ? നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം വാതിക്കൽ കിടക്കുന്നു. അപ്പോഴും ഈ തെറ്റായ യാഗം കഴിക്കുമ്പോഴും ശരിയായ യാഗം കഴിക്കാൻ തക്കവണ്ണം, ദൈവത്തിന് പ്രസാദമുള്ള യാഗം കഴിക്കാൻ തക്കവണ്ണം നന്മ ചെയ്യാനുള്ള സാധ്യത അവനുണ്ട്. അവിടെ പാപം വാതിക്കൽ കിടക്കുന്നു, അതിൻ്റെ ആഗ്രഹം നിങ്കിലേക്ക് ആകുന്നു. ഇപ്പോഴും പുറത്താണ്, നീയോ അതിനെ കീഴടക്കണം. അപ്പോൾ ഈ അവസ്ഥയിലും വീണുപോയ ആദാമിൻ്റെ മകനായിട്ട് ജനിച്ച കയീന് പോലും പാപത്തെ കീഴടക്കാൻ ഒരു നാച്ചുറൽ എബിലിറ്റി ഉണ്ട്. ദൈവം പറയുന്നു നീ അതിനെ കീഴടക്കണം. എന്നാലും അവൻ കീഴടക്കിയില്ല. പിന്നീട് എന്ത് സംഭവിക്കുന്ന കാര്യങ്ങൾ നമുക്കറിയാം. എനോഷിൻ്റെ കാര്യം, ഹാനോക്കിൻ്റെ കാര്യം. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതായി. ഹാനോക്ക് വരുവാനുള്ള ന്യായവിധിയെക്കുറിച്ച് പ്രവചിച്ചിരിക്കുന്ന കാര്യം നമുക്ക് യൂദയുടെ ലേഖനത്തിൽ നിന്ന് വായിക്കാൻ സാധിക്കും.
അപ്പോൾ പ്രവചിക്കുന്നത്, പഴയ നിയമത്തിൽ പ്രവചിക്കുന്നത് ക്രിസ്തുവിൻ്റെ ആത്മാവാണെന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് പത്രോസ് ലേഖനത്തിൽ വായിക്കാൻ കഴിയും. അപ്പോൾ ക്രിസ്തുവിൻ്റെ ആത്മാവ് വസിക്കുന്നിടത്ത് ഹാനോക്കിനുള്ളിൽ പാപം വസിക്കുകയാണ് ചെയ്യുന്നത്. പാപം എടുത്ത് പറയുന്നത് പ്രവൃത്തിയല്ല, സപ്പോഴ്സൺ. റോമാലേഖനം നമ്മൾ 6-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. പാപത്തിൻ്റെ ദാസന്മാരായിരുന്നുവെങ്കിലും, സ്ലേവ്സ് ടു സിൻ, അതൊരു പ്രവൃത്തിയല്ല കാണിക്കുന്നത്, ഫോഴ്സ്, പവർ. ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെ. ഹാനോക്ക് പ്രവചിച്ചു എന്ന്, ക്രിസ്തുവിൻ്റെ ആത്മാവിൽ പ്രവചിച്ചു എന്ന് നമുക്ക് വായിക്കാൻ സാധിക്കുന്നുണ്ട്. അടുത്തത് നോഹയുടെ വംശപാരമ്പര്യം എന്തെന്നാൽ, നോഹ നീതിമാനും തൻ്റെ തലമുറയിൽ നിഷ്കളങ്കനുമായിരുന്നു. ദിസ് ഇസ് ദ ജീനിയോളജി ഓഫ് നോഹ. നോഹ വാസ് എ ജസ്റ്റ് മാൻ, പെർഫെക്റ്റ് in his generations. നോഹ walked with God. നോഹ ദൈവത്തോടു കൂടെ നടന്നു, അവൻ നിഷ്കളങ്കനായിരുന്നു. അപ്പോൾ ആദാമിൻ്റെ പാപത്തിൻ്റെ ഈ കറപ്റ്റഡ് ആയിരിക്കുന്ന സ്പിരിറ്റാണ് അവന് ഭരിക്കുന്നെങ്കിൽ അവൻ എങ്ങനെ നിഷ്കളങ്കനാവാൻ സാധിക്കും? അപ്പോൾ പറയും പഴയ നിയമത്തിലെ യാഗങ്ങൾ കഴിച്ചു എന്ന്. ഹല്ലേലൂയ. താഴോട്ട് വായിക്കുമ്പോൾ യെരമ്യാവിനെ വിളിക്കുമ്പോൾ, നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു, നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു, ജാതികൾക്ക് പ്രവാചകനായിട്ട് നിയമിച്ചിരിക്കുന്നു. ഗർഭപാത്രത്തിൽ ഇരിക്കുമ്പോൾ തന്നെ ദൈവം അവനെ വിശദീകരിച്ചിരിക്കുന്ന പറയുന്നത്. അടുത്തത് ശിശുക്കളെ കുറിച്ച് കർത്താവ് പറഞ്ഞിരിക്കുന്ന കാര്യം മാർക്കോസ് സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 13-15 വരെയാണ്. സോറി, അത് 25 തെറ്റാണ്. യേശു അത് കണ്ടാറെ മുഷിഞ്ഞ് അവരോട്, ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവിൻ, അവരെ തടുക്കരുത്, ദൈവരാജ്യം ഇങ്ങനെയുള്ളവരുടേതല്ലയോ. അപ്പോൾ ഒരു ശിശുവിനെ വിളിച്ച് പറഞ്ഞത്, ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ കഴിവുള്ള ശിശു എന്ന് പറഞ്ഞാൽ സിൻഫുൾ ആയിരിക്കുന്ന ശിശു ദൈവരാജ്യത്തിൽ പ്രവേശിക്കുമോ? സിന്നറിന് അല്ലെങ്കിൽ ആദാമിൻ്റെ കറപ്റ്റഡ് ആയിരിക്കുന്ന സ്പിരിറ്റിനോട് കൂടെ ഈ ശിശുവിന് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാമോ? യേശു ക്രിസ്തു തന്നെ പറഞ്ഞിരിക്കുന്നു, ദൈവരാജ്യം ഇങ്ങനെയുള്ളവരുടേതല്ലോ. സ്തോത്രം. ഇനി കുറച്ചും കൂടി ഡീപ്പായിട്ട് ഇസക്കേൽ പ്രവചനത്തിൽ തന്നെ കർത്താവ് പറഞ്ഞിരിക്കുന്നത്, സകല ദേഹികളും എനിക്കുള്ളവർ, അപ്പൻ്റെ പ്രാണനും മകൻ്റെ പ്രാണനും ഒരുപോലെ എനിക്കുള്ളത്, പാപം ചെയ്യുന്ന ദേഹി മരിക്കും. എന്നാൽ അതിൻ്റെ 20-ാം വാക്യത്തിൽ, ഇസക്കേൽ പ്രവചനം 18-ാം അധ്യായത്തിൽ 20-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, പാപം ചെയ്യുന്ന ദേഹി മരിക്കും, മകൻ അപ്പൻ്റെ അകൃത്യം വഹിക്കേണ്ട, അപ്പൻ മകൻ്റെ അകൃത്യവും വഹിക്കേണ്ട, നീതിമാൻ്റെ നീതി അവൻ്റെ മേലും ദുഷ്ടൻ്റെ ദുഷ്ടത അവൻ്റെ മേലും ഇരിക്കും. ഇവിടെ വളരെ ക്ലീനായിട്ട് നമുക്ക് മനസ്സിലാകുന്നുണ്ട്, ആദാമിൻ്റെ ദുഷ്ടത അവൻ്റെ മേലിരിക്കും. ആദാമിൻ്റെ സന്തതിയായി ഞാൻ ജനിച്ചതുകൊണ്ട് അല്ല ഞാൻ പാപം ചെയ്യുന്നത്. യാക്കോബ് വളരെ വ്യക്തമായിട്ട് 1-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ പറയുന്നത്, ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാവുന്നു. അപ്പം ഞാൻ എന്നെ കൺക്ലൂഡ് ചെയ്യാനത്, ആദാമിൻ്റെ ലംഘനം വരേക്കും പാപം പുറത്തായിരുന്നു. പാപം എന്ന് പറയുന്നത് ഒരു ഫോഴ്സ്, അത് പുറത്തായിരുന്നു. എന്നാൽ ആദാമിൻ്റെ ലംഘനത്തെ പാപം ലോകത്തിലേക്ക്, കോസ്മോൺ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്, ലോകത്തിലേക്ക് കടന്നു. ലോകത്തിൽ കടന്നു വന്ന് അവൻ്റെ സന്തതികളെ എല്ലാവരും നമ്മയൊക്കെ ടെംപ്റ്റ് ചെയ്യുന്നുണ്ട്. അതാണ് യാക്കോബ് വളരെ വ്യക്തമാക്കി പറഞ്ഞിരിക്കുന്നത്, പരീക്ഷിക്കപ്പെടുമ്പോൾ താൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നു ആരും പറയരുത്, ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടുന്നവനല്ല. ഓരോരുത്തരും പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ. മോഹം എങ്ങനെ വരുന്നത്? ഒരു നോളജ് വരുമ്പോൾ, നമ്മൾ ടെംപ്റ്റേഷൻ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ, നമ്മുടെ ഉള്ളിൽ ഒരു പുതിയ നോളജ് വന്നു, അതിനോട് കറസ്പോണ്ടഡ് ആയിട്ടുള്ള ഒരു ഇമോഷൻ, ഒരു മോഹം ജനിച്ചു. അതിന് നമുക്ക് തെറ്റാണെന്ന് നമ്മുടെ മനസ്സാക്ഷി വിധിക്കും. നമുക്ക് വിൽ പവർ ഉണ്ട്. ഇന്ന് നിങ്ങളുടെ പ്രാക്ടിക്കൽ ലൈഫിൽ നോക്കിയോളൂ. നിങ്ങളൊരു മദ്യഷാപ്പിൻ്റെ കൂടെ അടുത്ത് പോകുമ്പോൾ നിങ്ങളുടെ ചിന്താഗതിയിൽ മദ്യം കഴിക്കണം തോന്നിയത് നിങ്ങൾ ചെയ്യുന്നുണ്ടോ? നിങ്ങൾ ഏതൊരു പ്രവൃത്തി ചെയ്യുന്നതും അതിനോട് കറസ്പോണ്ടഡ് ആയിട്ടൊരു ടെംപ്റ്റേഷൻ, ഒരു നോളജ് നിങ്ങളുടെ ഹൃദയത്തിൽ വരുമ്പോൾ, ഈവൻ ഫോർ എക്സാമ്പിൾ നിങ്ങൾ വെള്ളം കുടിക്കുന്നവരാ, ദാഹം, തൊണ്ടയിൽ വരൾച്ച വന്നു, ഒരു നോളജ് നിങ്ങളുടെ മൈൻഡിലേക്ക് വന്നു, അതിനോട് കറസ്പോണ്ടഡ് ആയിട്ട് വികാരം നിങ്ങൾക്ക് ഉളവായി, നിങ്ങൾ പോയി വെള്ളം എടുത്ത് കുടിക്കുന്നു. എന്നാൽ അതേപോലെ തന്നെ ഒരു ഗ്ലാസ് വിഷം ഇരിക്കുന്നത് കാണുന്നു, നിങ്ങൾക്ക് ദാഹം വരുന്നുണ്ട്, നിങ്ങൾ വിഷമെടുത്ത് കുടിക്കാത്ത എന്തുകൊണ്ടാണ്? നിങ്ങളുടെ മനസാക്ഷി പറയും അത് തെറ്റാണ്, അത് മരണഹേതുവാണ്. അപ്പോൾ നിങ്ങളുടെ ബില്ല് നിങ്ങളാണ് തീരുമാനിക്കുന്നത്.
അപ്പോൾ അതുകൊണ്ട് മനസ്സിലാക്കുന്ന കർത്താവ് പറഞ്ഞിരിക്കും, ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തി അനുസരിച്ചുള്ള ന്യായവിധി ഉണ്ടാകും. സ്തോത്രം. അപ്പോൾ ഇത് കൺക്ലൂഡ് ചെയ്യുകയാണ് അവിടെ. ആദാമിൻ്റെ കറപ്റ്റഡ് ആയിരിക്കുന്ന സ്പിരിറ്റിനെ അല്ല നമുക്ക് തന്നിരിക്കുന്നത്, എന്നാൽ ആദാമിൻ്റെ ലംഘനത്തിൻ്റെതായ ശിക്ഷാവിധികൾ അവൻ്റെ തലമുറയെ പിന്തുടരുന്നുണ്ട്. നമ്മുടെ സഹോദരിമാർ ഇന്ന് വേദനയോടെയാണ് മക്കളെ പ്രസവിക്കുന്നത്. നമ്മുടെ കൃഷിഫലം മുള്ളും പറക്കാരെയും ഇന്നുമുണ്ട്. നെറ്റിയുടെ വേർപ്പുകൊണ്ട് നമ്മൾ അധ്വാനിച്ചിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. സ്തോത്രം. അപ്പോൾ ആ കാര്യം ഞാൻ അവിടെ കൺക്ലൂഡ് ചെയ്യുകയാണ്. ഇനി നമുക്ക് ചിന്തിക്കാനുള്ളത്, ഇങ്ങനെ ഇരിക്കുന്ന മനുഷ്യനോടാണ്, അതായത് എന്താണോ അവനുള്ളത്, അവൻ്റെ റോമാലേഖനം 1-ാം 21 പറഞ്ഞിരിക്കുന്നത്, വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. മുൻപ് അവനിൽ ദൈവ തേജസ് വസിച്ചപ്പോൾ അവൻ്റെ പ്രാണനിലുള്ള അല്ലെങ്കിൽ അവൻ്റെ ഇൻറ്റേർണൽ ഫാക്കൽറ്റി യൂസ് ചെയ്തുകൊണ്ട് അവൻ്റെ ഔട്ടർ ബോഡിയിൽ കൂടെ ദൈവം ലോകത്തെ ഭരിക്കുകയായിരുന്നു. സകല മൃഗങ്ങളും അവന് കീഴ്പ്പെട്ടിരുന്നു. സകല മൃഗങ്ങളെയും ദൈവം സൃഷ്ടിച്ച് അവൻ്റെ മുമ്പിൽ കൊണ്ടുവന്നപ്പോൾ ആദാമാണ് അവയ്ക്ക് പേരിട്ടത്. ആദാം പേരിട്ടതൊക്കെയും അങ്ങനെ തന്നെ നിലനിൽക്കുന്നു. ദൈവം അതിൻ്റെ മേൽ ഒരു കമാൻഡ് പറയാനില്ല. കാരണം ദൈവസ്വരൂപത്തിലാണ് അവനെ സൃഷ്ടിച്ചത്. ദൈവജ്ഞാനമാണ് അവയ്ക്ക് പേരിട്ടത്. അവൻ ഉപയോഗിച്ച് ചെയ്തത് മാത്രം. ഇന്നും ക്രിസ്തുവിൽ വസിക്കുന്ന ഒരു വ്യക്തിക്ക് അതേ കഴിവുകളുണ്ട്, അതിലും ഉന്നതമായ കഴിവുകളുണ്ട്. ഞാനത് അനുഭവിച്ചുകൊണ്ടാണ് പറയുന്നത്, വെറുതെ പറയല്ല, ഒരു തിയറി സ്ഥാപിക്കുകയല്ല. നമുക്ക് സുവിശേഷത്തിൽ അനേക തിയറികൾ, ദൈവവചനത്തിൻ്റെ അടിസ്ഥാനമായ ഉപദേശങ്ങൾ 2-3 തെളിവുകളോടുകൂടെ നമുക്ക് അനേക തിയറികൾ സ്ഥാപിക്കാം. തിയറി cannot save us but Christ. ഞാൻ വീണ്ടും പറയുന്നു, none of the theory, none can save you but Christ Jesus. ഇത് നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. സ്തോത്രം. അപ്പോൾ ഇങ്ങനെ അവൻ്റെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. ഇവൻ തെറ്റിച്ചതിപ്പോൾ എന്തായി? ജഡം ഇവനെ ഭരിക്കാൻ തുടങ്ങി. ജഡം ചെയ്യുന്നത് എന്താണ്? സ്തോത്രം. ഇവിടെ നിങ്ങൾ അതിൻ്റെ കേഴ്സർ നോക്കുക. അവൻ്റെ ശരീരത്തിലുള്ള പഞ്ചേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നു. അതേ സമയത്ത് പ്രാണനിലുള്ള മൈൻഡിനെ, ഇമോഷനെ, ഫ്രീ വില്ലിനെ ക്യാപ്ചർ ചെയ്തു. ഇതാണ് പോൾ 7-ാം അധ്യായത്തിൽ 5-ാം വാക്യം തുടങ്ങി വിവരിക്കുന്നത്. നമ്മൾ അവിടേക്ക് വരും. റോമാലേഖനത്തിൻ്റെ 7-ാം അധ്യായത്തിൽ 5-ാം വാക്യം തുടങ്ങി വിവരിക്കുന്നത്. നന്മ ചെയ്യണം എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല. ഞാൻ ഇച്ഛിക്കാത്ത തിന്മ അത്രയും ഞാൻ ചെയ്യുന്നത്. അത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപം അത്രേ. കാരണം എന്താ? ഈ ഫ്ലഷ് അവൻ്റെ മൈൻഡിനെ, ഇമോഷനെയും ഫ്രീ വില്ലിനെയും ക്യാപ്ചർ ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ മൈൻഡിലുള്ള ഉള്ളിലുള്ളതായിട്ടുള്ള പ്രാണനാണ് നമ്മുടെ ഔട്ടർ ബോഡിയെ കൺട്രോൾ ചെയ്യുന്നത്. ഇങ്ങനെ ഇരിക്കുന്ന വ്യക്തികളോടാണ് സുവിശേഷം അറിയിക്കാൻ ദൈവം. ആമേ, സ്തോത്രം. മത്തായി സുവിശേഷം 28:18 തുടങ്ങി പറയുന്നത്, സ്വർഗത്തിലും ഭൂമി സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ച് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ പ്രമാണിപ്പം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെ ശിഷ്യരാക്കുകയും. അപ്പോൾ സുവിശേഷത്തിൻ്റെ ആരംഭം തുടങ്ങിയ ചില കാര്യങ്ങൾ മാത്രം വായിക്കുകയാണ്. ഏറ്റവും ആദ്യമായിട്ട് ക്രിസ്തുവേശുവിൽ കൂടെയുള്ള വീണ്ടെടുപ്പിനെ കുറിച്ച് പറയുന്നത് പാമ്പിനോട് തന്നെയാണ്. പാമ്പിനോടെന്ന് പറയുമ്പോൾ അത് ഡബിൾ റെഫറൻസ് ആണ്. സേറ്റാനോട് തന്നെയാണ് പറയുന്നത്. ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും. അവൻ നിന്റെ തലയെ തകർക്കും, നീ അവൻ്റെ കുതിക്കാൽ തകർക്കും. ഇത് ഫുൾഫില്ലാതെ നമ്മൾ 1 യോഹന്നാൻ 3-ാം അധ്യായത്തിൽ 9-ാം വാക്യത്തിൽ പറയുന്നത് എന്താണ്? പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാനല്ലോ ദൈവപുത്രൻ വെളിപ്പെട്ടത്, അവൻ അഴിച്ചു. ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ഈ സകല ചരാചരങ്ങളെ ഭരിക്കേണ്ടവനായിരുന്നു. അവന് നൽകിയിരുന്ന അധികാരം അവനെ പരീക്ഷിച്ചപ്പോൾ അവൻ തിന്മയ്ക്ക് വേണ്ടി നന്മ കൊടുത്ത് തിന്മയെ വാങ്ങി എന്ന് വേണമെന്നാണ് പറയുക. അവൻ്റെ മുഴുവൻ അധികാരങ്ങൾ അങ്ങനെ ശേറ്റാൻ്റെ കയ്യിൽ വന്നു. അതേപോലെ ലൂസിഫറിൻ്റെ കീഴിലായിരുന്നു ഈ സകല പ്രപഞ്ചത്തിൻ്റെയും ഭരണാധികാരം, അഡ്മിനിസ്ട്രേഷൻ. അവനെ ഇതേപോലെ പരീക്ഷിച്ചപ്പോൾ അവൻ ദൈവത്തിനോട് സമനായി തീരുവാനുള്ളൊരു മോഹം അവൻ്റെ ഉള്ളിൽ കടന്നു. അവൻ്റെ കയ്യിൽ നിക്ഷിപ്തമായിരുന്ന സകല അധികാരങ്ങളും സേറ്റാൻ പിടിച്ചെടുത്തു. ഈ അധികാരങ്ങളെ അഴിപ്പാനാണ് ദൈവപുത്രൻ വെളിപ്പെട്ടതെന്നാണ് 1 യോഹന്നാൻ 3:9 പറയുന്നത്. ഇത് അവിടെ നമ്മുടെ സബ്ജക്റ്റ് അല്ലാത്തത് കൊണ്ട് ഞാൻ അവിടെ അധികം നിൽക്കുന്നില്ല. ആ അധികാരത്തെയാണ് യേശു ക്രിസ്തു അവൻ്റെ ശരീരമാകുന്ന സഭയ്ക്ക് നൽകിയിരിക്കുന്നത്.
എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യുന്നതമീതെ ഉയർത്തി സകലത്തിൽ തൻ്റെ കാൽക്കീഴാക്കി വെച്ചു, സർവ്വത്തിനും മീതെ തലയാക്കി സകലത്തെ നിറയ്ക്കുന്നവൻ്റെ നിറവായിരിക്കുന്ന അവൻ്റെ ശരീരമാവുന്ന സഭയ്ക്ക് കൊടുത്തു. അതാണ് ദൈവസഭ. നമ്മുടെ ഇന്ന് സബ്ജക്റ്റ് അതല്ല. ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ തിരിച്ചു കൊണ്ടുവരാൻ എഫെസ്യർ 1:19 തുടങ്ങി 23 വരെയുള്ള വാക്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഈ അവസ്ഥയിൽ നിന്നും, ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ അവസ്ഥയിൽ നിന്നും നിങ്ങളെ എഫെസ്യർ ലേഖനം 1:19 തുടങ്ങി 23 വരെയുള്ള വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവരാനാണ്. എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകലനാമത്തിലും അത്യന്തം മീതെയാണ് ക്രിസ്തു. അവനാണ് നിങ്ങളുടെ തല. ആ തലയുടെ ചേർന്നിട്ടുള്ള ശരീരമാണ് ക്രിസ്തുവിൻ്റെ ശരീരമാണ് സഭ, അല്ലെങ്കിൽ ദൈവസഭ എന്ന് പറയുന്നത്. ഇന്ന് ഫിസിക്കലായി കാണുന്ന ഒരു ചർച്ചുമല്ല, അവൻ്റെ ചർച്ച് ഇൻവിസിബിളാണ്. ഇതുപോലെ അവിടെ എവിടെയും തൻ്റെ പ്രവൃത്തി ഓരോ വ്യക്തികളിൽ നടത്തിയെടുക്കുന്നു. സർവത്തെയും അവൻ്റെ കാൽക്കീഴാക്കി വെച്ച് സകലത്തിനുമീതെ തലയാക്കി സകലത്തിൽ നിറയ്ക്കുന്നവൻ്റെ നിറവായിരിക്കുന്ന അവൻ്റെ ശരീരമാണ് സഭയ്ക്ക്. ഒന്നാം മനുഷ്യനായ ആദാമിന് കൊടുത്തിരുന്ന അധികാരം മുഴുവനും അതിനേക്കാൾ ഉന്നതമായ അധികാരത്തിലേക്കാണ് സുവിശേഷത്തിൽ മുഖാന്തരം നിങ്ങൾ വിളിക്കുന്നത്. ആ ഒരു സുവിശേഷത്തെക്കുറിച്ചുകൂടെ അപ്പസ്തോലനായ പൗലോസ് പറയുന്നത്, ആമേ സ്തോത്രം, അവൻ നമ്മെ വിളിക്കുകയും അവൻ നമ്മെ രക്ഷിക്കുകയും വിശുദ്ധ വിളിക്കൊണ്ട് വിളിക്കുകയും ചെയ്തത് നമ്മുടെ പ്രവർത്തിക നിമിത്തമല്ല, സകല കാലത്തിനു മുമ്പേ ക്രിസ്തുവേശുവിൽ നമുക്ക് നൽകിയിരിക്കുന്നു. ഇപ്പോൾ മരണം നീക്കുകയും, ഞാൻ 2 തിമോഥെയോസ് 1-ന്റെ 9, 10, 11 വാക്യങ്ങളാണ് വായിക്കുന്നത്. സകല കാലത്തിനു മുമ്പേ ക്രിസ്തുവേശുവിൽ നമുക്ക് നൽകിയിരിക്കുന്നതും ഇപ്പോൾ മരണം നീക്കുകയും. ഇവിടെ സംഭവിച്ചെന്തായിരുന്നു? തിന്നുന്ന നാളിൽ മരിക്കും. ഇപ്പോൾ മരണം നീക്കുകയും സുവിശേഷം കൊണ്ട് ജീവനും അക്ഷയതയും. ഇവിടെ ഇംഗ്ലീഷ് വായിക്കുകയാണ്, ബട്ട് നൗ മെയ്ഡ് മാനിഫെസ്റ്റ് ബൈ ദ അപ്പിയറിംഗ് ഓഫ് അവർ സേവിയർ ജീസസ് ക്രൈസ്റ്റ്, who hath abolished death and hath brought life and immortality. ആദാമിൽ സംഭവിച്ചെന്തായിരുന്നു? മരണം. ഇവിടെ പറഞ്ഞത് ജീവനും അക്ഷയതയും വെളിപ്പെടുത്തുകയും ചെയ്ത നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയാൽ വെളിപ്പെട്ടിരിക്കുന്നതുമായ തൻ്റെ സ്വന്തം നിർണയത്തിലും കൃപയ്ക്കും ഒത്തവണ്ണമത്രേ ആ സുവിശേഷത്തിന് ഞാൻ പ്രസംഗിയും അപ്പസ്തോലനും ഉപദേഷ്ടവുമായി നിയമിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അപ്പസ്തോലനെ പൗലോസ് നിക്ഷിപ്തമായിരിക്കുന്നതും താൻ പ്രസംഗിച്ചതും താൻ പഠിപ്പിച്ചതും താൻ ലക്ഷ്യം വെച്ചിരുന്നതുമായ സുവിശേഷത്തെക്കുറിച്ചാണ് പറയുന്നത്. ഒന്നാം മനുഷ്യനെ പാപത്താൽ ഉളവായ മരണം. അവിടെ എന്താ പറഞ്ഞത്? ആദ്യ മനുഷ്യനാണ്. ഒന്നാം മനുഷ്യനാൽ പാപത്താൽ പാപവും അനുസരണക്കേടിനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. എന്നാൽ ഒടുക്കത്തെ ആദാം ക്രിസ്തു മുഖാന്തരം പറയുന്നത് എന്താണ്? മരണം നീക്കുകയും സുവിശേഷം കൊണ്ട്, മറ്റൊരു പ്രവൃത്തി കൊണ്ടുമല്ല, സുവിശേഷം കൊണ്ട് ജീവനും അക്ഷയതയും വെളിപ്പെടുത്തുകയും ചെയ്ത നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയാൽ വെളിപ്പെട്ടിരിക്കുന്നതുമായ തൻ്റെ സ്വന്തം നിർണയത്തിലും കൃപയ്ക്കും ഒത്തണമത്രേ ആ സുവിശേഷത്തിൽ ഞാൻ പ്രസംഗി അപ്പസ്തോലനുമാകുന്നു. അപ്പോൾ അപ്പസ്തോലനെ പൗലോസ് പ്രസംഗിച്ച പ്രസംഗം എന്താണെന്നും എന്താണ് ആ സുവിശേഷത്തിൻ്റെ ലക്ഷ്യമെന്നും വളരെ വ്യക്തമായി ഇവിടെ തന്നെ ഈ 3 വാക്യങ്ങൾ നമുക്കറിയാൻ സാധിക്കും. എന്നിട്ട് പറയാണ്, യഹൂദന്മാർ അടയാളം ചോദിക്കും. ഇത് കൊരിന്ത്യർ ലേഖനത്തിലാണ് 1:22-23 വാക്യങ്ങൾ, 24 വരെയുള്ള വാക്യങ്ങൾ. 1 Corinthians chapter 1, 22-24. യഹൂദന്മാർ അടയാളം ചോദിക്കുകയും യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുകയും ചെയ്യുന്നു. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. യഹൂദന്മാർക്ക് ഇടർച്ചയും ജാതികൾക്ക് ഭോഷത്വമെങ്കിലും യഹൂദന്മാരാകട്ടെ യവനന്മാരാകട്ടെ വിളിക്കപ്പെട്ട ഏവർക്കും ദൈവശക്തിയും ദൈവജ്ഞാനുമായി ക്രിസ്തുവിനെ തന്നെ. അപ്പോൾ അപ്പസ്തോലൻ പൗലോസ് അവിടെ ഇവിടെയുമായിട്ട് ചില കാര്യങ്ങൾ എഴുതി തങ്ങൾ നിക്ഷിപ്തമായിരിക്കുന്ന സുവിശേഷത്തിൻ്റെ ഔന്നിത്യം, ഗ്രേറ്റ്നസ് വെളിപ്പെടുത്തുകയാണ്. ഒന്ന് പറയുന്നതാണ് മരണം നീക്കി ജീവനും അക്ഷയതയും, ലൈഫ് ആൻഡ് ഇമ്മോർട്ടാലിറ്റി. എന്നിട്ട് പറയുകയാണ്, ഞങ്ങൾ പ്രസംഗിക്കുന്നത് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു, ക്രൈസ്റ്റ് ക്രൂസിഫൈഡ്. ബട്ട് വി പ്രീച്ച് ക്രൈസ്റ്റ് ക്രൂസിഫൈഡ് അൺടു ജൂസ് which is a stumbling block for them, and unto the Greeks a foolishness. ഇന്ന് ഇതേ കാര്യം തന്നെ നടക്കുന്നത്.
കുറച്ചൊക്കെ അവിടെ ഇവിടെ വചനം പറയും സ്റ്റംബ്ലിങ്, ഇതൊക്കെ ഞങ്ങൾക്കറിയാം, അല്ലാത്തവരെ അതൊക്കെ നിങ്ങളുടെ മോശത്തരവ, നിങ്ങൾക്ക് തോന്നുന്നതാ. ഞാൻ പലരുടെ വായിൽ നിന്ന് കേട്ടിട്ടുണ്ട്, അതൊക്കെ നിങ്ങളുടെ തോന്നല. യെസ്, ഓഫ് കോഴ്സ്, നമ്മുടെ ശരീരം പ്രാണ ആത്മാവിനെ കുറിച്ച് പഠിച്ചെങ്ങനെയാണ്? ഒരു വാർത്ത, ഒരു ന്യൂസ്, അല്ലെങ്കിൽ ഒരു നോളജ് നിങ്ങളുടെ മൈൻഡിൽ വരുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു ഇമോഷൻ ഉണ്ടാകും. തോന്നലിൽ കൂടെ തന്നെയാണ് ദൈവം പ്രവർത്തിക്കുന്നത്. അന്യോ എന്നാൽ അപ്പോസ്തലനായ പൗലോസ് പ്രസംഗിച്ച ഈ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിന് സുവിശേഷം എന്ന് പറയുമ്പോൾ ഞാൻ വളരെ അന്വേഷിച്ചിട്ടുള്ളൊരു വിഷയമായിരുന്നു. എന്താണ് ഈ അപ്പോസ്തലന്മാർ ആ കാലഘട്ടത്തിൽ പ്രസംഗിച്ചത്? അന്ന് യഹൂദന്മാർ ജാതികളുള്ളൂ. അവർ പ്രസംഗിച്ചത് വളരെ ലളിതമായിരുന്നു. അവിടെ മുമ്പിൽ നിൽക്കുന്നവരാണ് ന്യായപ്രമാണം അറിയുന്ന കുറേ യഹൂദന്മാർ. ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത, എഫെസ്യയിലെ 2-ാം അധ്യായത്തിൻ്റെ 10 തുടങ്ങിയുള്ള വാക്യങ്ങളിൽ പറയുന്നത് പോലെ സുവിശേഷമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത, ക്രിസ്തുവിലുള്ള വാഗ്ദത്തങ്ങളുമായിട്ട് യാതൊരു പരിജ്ഞാനമില്ലാത്ത, ലോകത്തിൽ ദൈവമില്ലാത്തവരാണെന്നാണ് ജാതികളെ കുറിച്ച് പറയുന്നത്. നമ്മളും ആ കൂട്ടത്തിൽ പെട്ടവരാണ്. നിങ്ങളും മാത്രം നമ്മളും, അതായത് യഹൂദന്മാരല്ലാതിരിക്കെ യാക്കോബിൻ്റെ 12 ഗോത്രങ്ങളിൽ നിന്ന് ജനിക്കാതിരിക്കുന്ന മറ്റെല്ലാവരും കൂടെ ചേർത്ത് വിളിക്കുന്ന പേരാണ്. ഏത് തിരുമേനിയുടെ വന്നാലും, ഏത് അന്ത്യോക്യന്ന് പുറപ്പെട്ടു വന്നാലും, ഏത് റോമിന്ന് പുറപ്പെട്ടു വന്നാലും നിന്നെ വിളിക്കുന്ന പേര് ജാതി എന്നാണ്. അവനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന എഫെസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 10 തുടങ്ങി വായിക്കുകയാണെങ്കിൽ പറഞ്ഞിരിക്കുന്നത് ന്യായപ്രമാണമായിട്ട് യാതൊരു ബന്ധമില്ല, ക്രിസ്തുവിലുള്ള വാഗ്ദത്തങ്ങളുമായിട്ട് യാതൊരു ബന്ധമില്ല, ലോകത്തിൽ ദൈവം ഇല്ലാത്തവർ. ഇവരുടെ മുമ്പിലാണ് അവർ പ്രസംഗിച്ചത്. ഹല്ലേലൂയ. അപ്പോൾ അവർക്ക് പ്രസംഗിക്കാനുള്ളതായത് എന്തായിരുന്നു? ഈ നസ്രയത്തിൽ യോസഫിൻ്റെ കുടുംബത്തിൽ ജനിച്ച ഈ യേശു തന്നെയാണ് ഇതുവരെ നിങ്ങൾ കാത്തിരുന്ന മശിഹ എന്ന് യഹൂദന്മാരോട് പ്രസംഗിച്ചു. അവിടെ ഇവിടെയുമായിട്ട് അവർ അനേക ഘട്ടങ്ങളിൽ ന്യായപ്രമാണത്തിൽ തന്നെ പ്രവാചക പുസ്തകങ്ങൾ, സങ്കീർത്തനങ്ങളിൽ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള ഓരോ വാക്യങ്ങളും വെച്ചുകൊണ്ട് ഈ യേശു തന്നെയാണ് ക്രിസ്തു, അല്ലെങ്കിൽ അവർ കാത്തിരുന്ന മശിഹ എന്ന് തെളിയിച്ചു. എവിടെ ജനിക്കും? മികാപ്രവചനം 5-ന്റെ 2-ാം വാക്യം. അവന് ആര് എന്ന് വിളിക്കപ്പെടും? ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. ഐശയ്യാ 7-ന്റെ 14. വീരരാം ദൈവം, അത്ഭുതം മധുര, നിത്യ സമാധാന പ്രഭു, നിത്യപിതാവ് എന്ന് വിളിക്കപ്പെടും. ഐശയ്യാ 9-ന്റെ 6. മിസ്രൈമിൽ ഓടിപ്പോകും, തിരിച്ചു വരവ്, രോദാവിൻ്റെ ക്രൂരമായ പ്രവൃത്തികളുടെ, രാഗേലിൻ്റെ കരച്ചിൽ, ഇങ്ങനെ ഓരോരോ സംഭവങ്ങളും. പിന്നെ പറഞ്ഞാൽ ക്രൂശീകരണത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ. 16-ാം സംഖ്യത്തിൻ്റെ 10-ാം വാക്യം, പാതാളത്തിനെ കൈവിടുകയില്ല. 18-ാം സംഖ്യത്തിന് മരണപാശങ്ങളെ ചുറ്റി അഹാദ പ്രവാഹം ഭ്രമിച്ചു, പാതാള പാശങ്ങൾ എന്നെ വളഞ്ഞു. ഇസ്കരിയത്തെ യൂദായ്ക്ക് സംഭവിക്കുന്ന കാര്യം, അവൻ്റെ ഭാര്യ വിധവയായിത്തീരുന്ന കാര്യം, അവൻ്റെ മക്കൾ അനാഥരായിത്തീരുന്ന കാര്യം, 69-ാം സംഖ്യത്തിന് 41-ാം സംഖ്യ, ഇങ്ങനെ അനേക വാക്യങ്ങളിൽ കൂടെ ക്രിസ്തുവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞിരിക്കും. ഇതെല്ലാം തന്നെ യേശുവിൽ സംഭവിച്ചു. നിങ്ങൾ ക്രൂശിച്ചു കൊന്ന ഈ യേശു തന്നെയാണ് നിങ്ങൾ കാത്തിരുന്ന മശിഹ എന്നായിരുന്നു അവർ പ്രസംഗിക്കാനുള്ളത്. എന്നാൽ ഇന്ന് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് യഹൂദനല്ല. 3-ാം നൂറ്റാണ്ടിന് ശേഷം കാത്തോലിസം കടന്നു വന്ന്, അല്ലെങ്കിൽ ബാബിലോണിയ സംസ്കാരത്തിൽ നിന്ന് കടന്നു വന്ന് ബാബിലോൺ മതം പേര് മാറ്റിന്നുള്ളൂ, ക്രിസ്തു മതമാക്കി. ആചാരങ്ങളും പ്രവൃത്തികളും ഒക്കെ അത് തന്നെ. ഏകദേശം ഒരു 1970 അല്ലെങ്കിൽ 80 കാലഘട്ടത്തിലാണ് POC ബൈബിൾ ഇറക്കുന്നത്. അതുവരെയായിട്ട് ഞാനും കാത്തലിക് കുടുംബത്തിൽ ജനിച്ചവനാണ്. ഒരു ബൈബിൾ വീടുകളിൽ മെഴുതിരി കത്തിച്ച് വയ്ക്കുമെങ്കിലും ഒരാൾ പോലും അത് വായിക്കാറില്ല. പിന്നെ ബൈബിൾ കച്ചവടത്തിന് വേണ്ടിയിട്ട് ഓരോ വീട്ടിലൊരു ബൈബിൾ ഉണ്ടാകണമെന്ന് പറഞ്ഞ് നിർബന്ധമായിട്ട് കച്ചവടം നടത്തി. അങ്ങനെ വീടുകളിൽ ബൈബിൾ വരാൻ തുടങ്ങി. പോട്ട, എൻ്റെ വീടിനടുത്ത് 1.5 കിലോമീറ്റർ ദൂരെയാണ് പോട്ട. അമേരിക്കയിൽ നിന്ന് തീപ്പൊരി പ്രസംഗങ്ങളും കേട്ടുകൊണ്ട്, വ്യാജാത്മാവിൻ്റെ പ്രസംഗങ്ങളും കേട്ടുകൊണ്ട്, രോഗശാന്തിയുടെ പ്രസംഗമായിട്ട് നായ്ക്കാമ്പറമ്പിൽ അച്ഛനൊക്കെ പ്രസംഗിക്കാൻ തുടങ്ങി. ആയിരക്കണക്കിന് 10,000-കണക്കിന് ആൾക്കാരോടെ കൂടാതെ രോഗശാന്തിയുടെ വിപ്ലവമായി. ഇരിഞ്ഞാലക്കുട രൂപതയുടെ കീഴിലുള്ളതാണ് ഈ പോട്ട എന്ന സ്ഥലം. അന്ന് ജെയിംസ് പഴയാട്ടിലായിരുന്നു ബിഷപ്പ്. വളരെ ശക്തമായിട്ട് അതിനെ എതിർത്തു. പക്ഷെ ജനം ഇത്രമാത്രം കടന്നു വന്നപ്പോൾ ആരംഭമേ തുടങ്ങി. ഈ ബാബിലോണിയൻ ചർച്ചിൻ്റെ ബേസിസേ കള്ളമാണ്. അടുത്തൊരു കള്ളം ഇറക്കി. നിങ്ങൾ ഈ പോട്ടയിലൊക്കെയും അല്ലെങ്കിൽ കലണ്ടറുകളൊക്കെ കാണുന്ന ഒരു യേശുവിനെ അവിടെ അങ്ങ് ഇറക്കി. പിന്നെ അവൻ സൗഖ്യമാക്കാൻ തുടങ്ങി. അതിൻ്റെ പുറകിൽ മറിയെ കൊണ്ടുവന്നു. പോയി കള്ളന്മാരും കൊലപാതകന്മാരും കിടന്ന്
ഉപവാസ പ്രാർത്ഥനയ്ക്കും ഒളിവ് സങ്കേതമായി പോട്ട മാറി. എൻ്റെ വീടിനകത്ത് 1.5 കിലോമീറ്റർ ദൂരത്തിലായി സ്ഥലം. അതിൻ്റെ അടുത്തുനിന്ന് ഒരു 3 കിലോമീറ്റർ പോയി ഞാൻ ഡിവൈന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു 8 കിലോമീറ്ററോട് പോയി ജെറൂസലം. ഇവിടെയുള്ള സ്പിരിറ്റുകളുമായിട്ടൊക്കെ നല്ല യുദ്ധം ചെയ്ത് അവയൊന്നും ക്രിസ്തുവിൻ്റെ ആത്മാവല്ലെന്ന് സ്ഥാപിച്ചതിന് ശേഷമാണ് ഞാനിതൊക്കെ പറയുന്നത്. വെറുതെ ഒരു തിയറി സ്ഥാപിക്കുകയല്ല. സ്തോത്രം. അപ്പോൾ അപ്പസ്തോലനായ പൗലോസ് പ്രസംഗിച്ചതായ ഈ ക്രൂശിക്കപ്പെട്ട ക്രിസ്തു അല്ലെങ്കിൽ ക്രൈസ്റ്റ് ക്രൂസിഫൈഡ്, അനേകർ യേശുവിനെ പ്രസംഗിക്കുന്നുണ്ട്, യേശുവിൻ്റെ ക്രൂശിനെ പ്രസംഗിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ക്രൂസിഫൈഡ് ക്രൈസ്റ്റിനെ പ്രസംഗിക്കുന്നുണ്ട്. പോൾ പറയുന്നത് വി പ്രീച്ച് ക്രൈസ്റ്റ് ക്രൂസിഫൈഡ്. എന്താണ് ഇതൊന്ന് അല്പം ചിന്തിച്ചതിന് ശേഷം ഈ യഥാർത്ഥ വിഷയത്തിലേക്ക് കടക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് സുവിശേഷത്താലുള്ള സൗജന്യ നീതീകരണത്തിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാകുകയുള്ളൂ. ഇത് മനസ്സിലാക്കണമെങ്കിൽ നാം അല്പമായിട്ട് പഴയ നിയമത്തിലേക്ക് പോകണം. പഴയ നിയമത്തിൽ പുറപ്പാടിൻ്റെ പുസ്തകത്തിലാണ് ഇതിൻ്റെ ബേസിക് ഡോക്ട്രൈൻ കിടക്കുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, മോശയെ ദൈവം അനോയിറ്റ് ചെയ്ത് നിയുക്തി വെച്ചുകൊണ്ട് ഇസ്രായേൽ ജനത്തെ വിടുവിക്കാൻ തക്കവണ്ണം അയക്കുന്നതും 3-ാം അധ്യായം തുടങ്ങി വായിച്ച് നമുക്കറിയാൻ സാധിക്കും. അങ്ങനെ 10ാമത്തെ ബാധയായിരിക്കുന്ന കടിഞ്ഞൂലിൻ്റെ സംഹാരകൻ എന്ന ബാധ, ആ ദിവസമാണ് ദൈവം 12-ാം അധ്യായത്തിലെ വിവരങ്ങൾ വിവരിക്കുന്നത്. അത് മുഴുവൻ വിവരിക്കാൻ സമയം നമുക്ക് ഈ ക്ലാസ്സിൽ തികയില്ല. ഞാൻ പല പ്രാവശ്യം പല പുസ്തകങ്ങളും പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെങ്കിൽ പാസ് ഓവർ എന്ന് പറഞ്ഞ് ദ ഫെസ്റ്റിവൽസ് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞുകൊണ്ട് 1ാമത്തെ ഫെസ്റ്റിവലായിട്ട് പാസ് ഓവർ എന്നൊരു ക്ലാസ്, 2 ക്ലാസ്സുകളായിട്ടാണ് അത്. നിങ്ങൾക്ക് യൂട്യൂബിൽ കാണും, നിങ്ങൾ സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ പാസ് ഓവർ ഡേയിൽ, ആ പാസ് ഓവർ ആടിനെക്കുറിച്ചുള്ള വിവരണമാണ് 12ാം അധ്യായത്തിൻ്റെ പുറപ്പാടിൻ്റെ പുസ്തകം എക്സോഡസ് ചാപ്റ്റർ 1 വേഴ്സ് 1-7. 1 വയസ്സുള്ള ആണാടായിരിക്കണം, അതിന് ഊനൊന്നും ഉണ്ടാവാൻ പാടില്ല. 10ാം തീയതി അതിനെ എടുക്കണം. നിങ്ങളത് ആണ്ടുകളുടെ ആരംഭം മാസത്തിൽ 1-ാം മാസം 10ാം തീയതി നിങ്ങളൊരു ആടിനെ എടുക്കണം. 14-ാം തീയതി സന്ധ്യ വരെ സൂക്ഷിക്കണം. അതിന് യാതൊരു ഊനം പാടില്ല. സ്തോത്രം. ആണാടായിരിക്കണം. നിങ്ങൾ ഒരു വീട്ടിലുള്ളവർ തന്നെ തിന്നാൻ പോരെങ്കിലും അടുത്തവിടെ കൂടെ ചേർന്നെടുക്കണം. അങ്ങനെ ആടിന് മാറ്റം വരാൻ പാടില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് അതിൻ്റെ പ്രൊട്ടക്ഷൻ്റെ കാര്യം പറയാണ്. ആ അറുത്ത ആടിൻ്റെ രക്തമെടുത്ത് നിങ്ങൾ തിന്നുന്ന വീടുകളുടെ വാതിലിൻ്റെ കട്ടൽക്കാൽ 2 കുറുമ്പടിമേലും പുരട്ടണം. അപ്പോൾ ആ വീടിനകത്ത് സംഹാരകൻ എന്ന ബാധ വരികയാണ്. കടിഞ്ഞൂലുകളുടെ സംഹാരകൻ എന്ന ബാധ ആണ് വരുന്നത്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? വരുവാനുള്ള യേശുവിൻ്റെ അല്ലെങ്കിൽ രക്ഷകൻ്റെ നിഴലായിരിക്കുന്ന പെസഹ കുഞ്ഞാടിനെ അറക്കുകയാണ്. എന്തിനാ അങ്ങനെ ഒരു കാര്യം നടക്കുന്നത്? ദൈവം സർവശക്തനാണല്ലോ. ഈ ഒരു ഫറവനെ പേടിക്കുന്നവനാണ് ദൈവം. ഫറവനെ തട്ടിക്കളഞ്ഞിട്ട് ദൈവത്തിന് ഇസ്രായേലിനെ പുറപ്പെടുവിച്ച് കൊണ്ടുവരാൻ പോലെയോ? ഉളവാകട്ടെ എന്ന് അരുളി ചെയ്തപ്പോൾ ഈ ദൃശ്യമായത് സകലത്തിൽ ഉളവാക്കിയ ദൈവമാണെന്ന് മനസ്സിലാക്കണം. പക്ഷേ ഒരു കാര്യം നമ്മളെ പഠിപ്പിക്കാൻ, ഡിവൈൻ ഗവൺമെൻറ്റിൻ്റെ നീതി എന്താണ്? തെറ്റ് ചെയ്തവനെ ശിക്ഷിക്കണം. ഇത് ഞാൻ പല ക്ലാസ്സുകളും പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ കുറച്ചും കൂടി ആഴത്തിലേക്ക് വരും. ജസ്റ്റിസ് ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ ഭരണകൂടം ആണ് മാനവജാതിയുടെ മേൽ ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഈ ശിക്ഷ ഇളവ് ചെയ്യുവാനോ മാറ്റുവാനോ ദൈവത്തിന് സാധ്യമല്ല. ദൈവമല്ല ശിക്ഷ വിധിക്കുന്നത്, ഡിവൈൻ ഗവൺമെൻറ് ലോയുടെ ജസ്റ്റിസ് മാറ്റാൻ ദൈവത്തിന് സാധ്യമല്ല. കഴിഞ്ഞൊരു ക്ലാസ്സിൽ കൂടെ ഞാൻ പറഞ്ഞു, ദൈവവചനത്തിന് ആക്ഷരിക അർത്ഥങ്ങളുണ്ട്, ആത്മീക അർത്ഥങ്ങളുണ്ട്. ആക്ഷരിക കാര്യങ്ങൾ വേണമെങ്കിൽ അത്യാവശ്യമായ കാര്യങ്ങൾക്ക് വ്യവസ്ഥ അനുസരിച്ച് കൊണ്ട് വേണമെങ്കിൽ മാറ്റാം. അത് കർത്താവ് തന്നെ പഠിപ്പിച്ചു. ശബത്ത് നാളിൽ കർത്താവ് സൗഖ്യമാക്കി. എൻ്റെ കർത്താവ് പറയുന്നത്, പരീക്ഷന്മാർ ചോദിച്ചപ്പോൾ കർത്താവ് പറയുന്നത്, ശബത്ത് നിങ്ങളുടെ ഒരു ആടോ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ തന്നെയോ കിടറ്റി വീഴാൻ നിങ്ങൾ രക്ഷിക്കുന്നില്ലയോ? അതായത് ദൈവപദ്ധതി, ഡിവൈൻ ഗവൺമെൻറ്റിൻ്റെ കാത്തിലായിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ഡു ഗുഡ്, നന്മ ചെയ്യുക. ഹല്ലേലൂയ. അപ്പോൾ ആ ഡിവൈൻ ഗവൺമെൻറ്റിന് സാറ്റിസ്ഫാക്ഷൻ വരുത്താൻ തക്കവണ്ണം ഒരു മരണം നടന്നിരിക്കണം. അതുകൊണ്ടാണ് നിഷ്കളങ്കമായ ഒരു ആടിൻ്റെ മരണം നടക്കുന്നത്. അപ്പോൾ വരുവാനുള്ള യേശുവിൻ്റെ അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ രക്തത്താൽ മാനവജാതിയുടെ മേലുള്ള ശിക്ഷ പരിഹരിക്കപ്പെടും എന്ന് കാണിക്കാനാണ് ഒരു ആടിനെ അറുത്തുകൊണ്ട് കട്ടിളപ്പടിമേലും കുറുമ്പടിമേലും രക്തം പുരട്ടുന്നത്. എന്നിട്ട് പറയുന്നത് എന്താണ്? അന്ന് രാത്രി അവർ തീയിൽ ചുട്ടുതാറ്റുള്ള മാംസം പുളിപ്പില്ലാത്തൊപ്പം തിന്നണം, കയ്പിച്ചിരിയോടുകൂടെ തിന്നണം.
അപ്പോൾ 1-ാം അധ്യായത്തിൻ്റെ 1 തുടങ്ങി 7 വരെ വാക്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഭക്ഷിക്കുന്നവർക്ക് ഒരേ ഒരു പ്രവൃത്തിയുള്ളൂ. നല്ലൊരു ആടിനെ വാങ്ങണം, ഊനമില്ലാത്ത ആടായിരിക്കണം, ആണാടായിരിക്കണം, 1 വയസ്സ് പ്രായമുള്ളതായിരിക്കണം. അതിനറുത്ത് അതിൻ്റെ രക്തമെടുത്ത് കട്ടളപ്പടിമേലും കുറുമ്പടിമേലും തേക്കണം. അവർ അവർ പറഞ്ഞത് നിങ്ങൾ തിന്നുന്ന വീടിൻ്റെ വാതിലിൻ്റെ കട്ടളപ്പടിമേൽ കുറുമ്പടിമേൽ തേക്കണം. അപ്പോൾ അതിനകത്തിരിക്കുന്നവരുടെ ഗുണമല്ല ആ ദൈവനീതിക്ക് തൃപ്തി വരുത്തിയ പെസഹ കുഞ്ഞാടിൻ്റെ ചോരയുടെ ഗുണമാണ് അതിനകത്തിരിക്കുന്നവരെ സംരക്ഷിക്കുന്ന. ആദ്യമേ മനസ്സിലാക്കണം. ഹല്ലേലൂയ. അന്ന് രാത്രി യഹോവ, അതിൻ്റെ 12-ാം വാക്യം വായിച്ചിട്ട് പിന്നീട് വരാം. ഈ രാത്രി ഞാൻ മിസ്രൈം ദേശത്തു കൂടെ കടന്ന് മിസ്രൈം ദേശത്തുള്ള മനുഷ്യൻ്റെയും മൃഗത്തിൻ്റെയും കടിഞ്ഞൂലിനെയും ഒക്കെയും സംഹരിക്കും. മിസ്രൈമിലെ സകല ദേവന്മാരിൽ ഞാൻ ന്യായവിധി നടത്തും. ഞാൻ യഹോവയാകുന്നു. നിങ്ങൾ പാർക്കുന്ന വീടുകളിന്മേൽ രക്തം അടയാളമായിരിക്കും. ഞാൻ രക്തം കാണുമ്പോൾ നിങ്ങളെ ഒഴിഞ്ഞു കടന്നു പോകും. ഞാൻ മിസ്രൈം ദേശത്തെ ബാധിക്കുന്ന ബാധ നിങ്ങൾക്ക് നാശികേതുവാകുകയില്ല. അപ്പോൾ അതിന് അകത്തിരിക്കുന്നവരുടെ റൈഷ്യസ്നെസ് അല്ല യഹോവ നോക്കുന്നത്. ഡിവൈൻ ഗവൺമെൻറ്റിൻ്റെ ജസ്റ്റിസിന് തൃപ്തി വരുത്തിയ പെസഹ കുഞ്ഞാടിൻ്റെ ചോരയുടെ ഗുണത്തെയാണ് നോക്കുന്നത്. എന്നിട്ട് അതിൻ്റെ 22-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഈസോപ്പ് ചെടിയുടെ ഒരു കെട്ടെടുത്ത് കിണ്ണത്തിലുള്ള രക്തത്തിൽ മുക്കി കിണ്ണത്തിലുള്ള രക്തം കുറുമ്പടിമേലും കട്ടളകാലും 2 തേക്കണം. പിറ്റേന്നാൾ വെളുക്കും വരെ നിങ്ങളിൽ ആരും വീട്ടിൻ്റെ വാതിലിന് പുറത്തിറങ്ങരുത്. പുറത്തിറങ്ങിയാൽ മരിക്കും. അപ്പോൾ ഇവിടെ ഇതെല്ലാം സിംബോളിക്കായിട്ട് പറയുമ്പോൾ ഫറോനെയും മിസ്രൈം ദേശത്തെയും കാണിക്കുന്നത് വേൾഡിൻ്റെ അധിപതിയായിരിക്കുന്ന സേറ്റാനെയുമാണ് കാണിക്കുന്നത്. ഇസ്രായേൽ ജനത്തെ അവിടെ കാണിക്കുന്നത് വേൾഡ് ഹ്യൂമാനിറ്റിയെ റെപ്രസെന്റ് ചെയ്യാണ്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 1 തുടങ്ങി വായിച്ചാൽ വളരെ വ്യക്തമായിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ ബുദ്ധി കൊണ്ട് പറയുന്നതല്ല, നമുക്ക് ദൃഷ്ടാന്തമായിട്ട് സംഭവിച്ചെന്ന് പറഞ്ഞിരിക്കുന്നത്. ഈജിപ്തിൻ്റെ എക്സോഡസ്, അവിടെ കാനാൻ ദേശത്ത് എത്തുന്നവരേക്കുമുള്ള ഓരോ സംഭവങ്ങളും നമുക്ക് നിഴലാണ്. അപ്പോൾ അന്ന് രാത്രി അവർ ഇത് 7-ാം വാക്യം വരെയും പറയുന്നത് പെസഹ കുഞ്ഞാടിനെ കുറിച്ചുള്ള വിവരങ്ങളാണ്. എന്നാൽ 8-ാം വാക്യം തുടങ്ങി പറയുന്നത് ഇത് ഭക്ഷിക്കുന്നവർ സംബന്ധിച്ച വിവരങ്ങളാണ്. അന്ന് രാത്രി അവർ തീയിൽ ചുട്ടതായിട്ടുള്ള മാംസവും പുളിപ്പില്ലാത്ത അപ്പവും തിന്നണം. കയ്പ് ചീരിയോട് കൂടെ അത് തിന്നണം. ഇതിന് ഓപ്പോസിറ്റായിട്ടാണ് ഈ പ്രോസ്പെരിറ്റി തിയോളജി, മെറ്റീരിയൽ തിയോളജി, അത്ഭുതങ്ങളും അടയാളങ്ങളുടെ തിയോളജി എന്ന് പറഞ്ഞുകൊണ്ട് വ്യാജ പ്രവർത്തികൾ നടക്കുന്നത്. ഹല്ലേലൂയ. ഒരു കാര്യം മനസ്സിലാക്കണം, പെസഹ കുഞ്ഞാടിൻ്റെ തോരച്ചളി ആചരിച്ച വീടിന്മേൽ കട്ടളപ്പടിമേൽ കുറുമ്പടിമേൽ രക്തം പുരട്ടിയാലും യഹോവ അന്ന് രാത്രി കടന്നു പോയാലും ആ രക്തത്തെ മാനിച്ചുകൊണ്ട് നിന്റെ വീട്ടിൽ സംഹാരം നടക്കുന്നില്ല എന്ന് കണ്ടതുകൊണ്ട് നീ ഇന്നും മിസ്രൈം ദേശത്ത് തന്നെയാണ്. എന്നാൽ മിസ്രൈം ദേശം വിട്ടു പുറപ്പെട്ട് മരുഭൂമിയിൽ കൂടെ യാത്ര ചെയ്ത് കാനാൻ ദേശം ലക്ഷ്യമാക്കി യാത്ര ചെയ്ത് നിനക്ക് ജയം നേടണമെങ്കിൽ നീ അറുത്ത പെസഹ കുഞ്ഞാടിൻ്റെ മാംസം തന്നെ തീയിൽ ചുട്ടതായിട്ട് പുളിപ്പില്ലാത്ത അപ്പത്തോടും കയ്പ് ചീരിയോടും കൂടെ തിന്നണം. തലയും കാലും അന്തർഭാഗങ്ങളുമായി തീയിൽ ചുട്ടിട്ടല്ലാതെ പച്ചയായിട്ടോ വെള്ളത്തിൽ പുഴുങ്ങിയതായിട്ടോ തിന്നരുത്. ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ മറ്റൊരു സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ട് റീഇൻഫോഴ്സ് ചെയ്യുന്നതിൻ്റെ അർത്ഥം ആ സ്റ്റേറ്റ്മെൻറ്റ് വളരെ സ്ട്രോങ് ആണ്. അതായത് ക്രൂശിക്കപ്പെട്ടവനെ ക്രിസ്തുവിന് സുവിശേഷം എന്ന അപ്പസ്തലനായ പൗലോസ് പറയുന്നത് ക്രിസ്തുവിനെ ഭക്ഷിക്കുന്ന രീതിയെക്കുറിച്ച് പറയുകയാണ്. ആ രീതി അല്ലാതെ വേറൊരു രീതി പ്രയോഗിക്കരുത് എന്ന് പറഞ്ഞാൽ പറയുന്ന രീതിക്ക് വളരെ സ്ട്രിക്റ്റ് ആണ്. ഇതാണ് അപ്പസ്തലനായ പൗലോസ് പറയുന്നത്, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. പച്ചയായിട്ടോ പുഴുങ്ങിയതായിട്ടല്ലോ ഞങ്ങൾ യേശുവിനെ പ്രസംഗിക്കുന്നത്. തീയിൽ ചുട്ടതായിട്ടുള്ള മാംസം, ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ വിവരണം അറിയണമെങ്കിൽ ഇതിനോട് ഹാർഡ് സെയിൻസ് ഓഫ് ദ ബൈബിൾ എന്ന് പറഞ്ഞുകൊണ്ട് ചില എപ്പിസോഡുകളുണ്ട്. അതിനകത്ത് ബ്രെഡ്, ഈറ്റിംഗ് ബ്രെഡ് എന്നുകൊണ്ട് ഒരു ക്ലാസ് ഉണ്ട്. അതിൻ്റെ ഹെഡിങ് കൊടുത്തിരിക്കുന്നത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഫസ്റ്റ് ഹാർഡ് സെയിൻസ് ഓഫ് ദ ബൈബിൾ എന്നതിൽ ഫസ്റ്റ് എപ്പിസോഡാണ് അത്. എൻ്റെ മാംസം തിന്നാതെയും എൻ്റെ രക്തം
പാനം ചെയ്യാതിരിക്കുന്നവന് എന്നിൽ പങ്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് പറയുന്ന കാര്യത്തിൽ ആസ്പദമാക്കിക്കൊണ്ട് എന്താണ് ഈ തീയിൽ ചുട്ടതായിട്ടുള്ള മാംസം രക്ഷിക്കുന്ന രീതി ഞാൻ വളരെ ലളിതമായിട്ടൊന്ന് പറയാം. നിങ്ങൾ ചോരത്തടി ആചരിച്ചു, രക്ഷ നടക്കുന്നു, പക്ഷെ വസിക്കുന്ന എവിടെയാണ്? മിസ്രൈം ദേശത്ത് തന്നെയാണോ? മിസ്രൈം ദേശം വിട്ടു പോരണം എന്ന് പറഞ്ഞാൽ ഫറവോനെയും ഫറവോൻ്റെ ആധിപത്യത്തിലുള്ള ലോകത്തെ വിട്ട് ഗുഡ് ബൈ പറഞ്ഞ് ചെങ്കടലിനെ ലക്ഷ്യമാക്കിയിട്ടാണ് പോകുന്നത്. യാക്കോബിനെ മിസ്രൈം ദേശത്ത് കൊണ്ടുപോയപ്പോൾ തേര് അയച്ചിട്ടാണ്, ഫറവോൻ അയച്ച തേരിലാണ് യോസഫ് കൊണ്ടുപോയത്. അതേ വഴി വേണമെങ്കിൽ ദൈവത്തിന് എടുക്കാമായിരുന്നു, അത് ഷോർട്ടാണ്. എന്നാൽ അതിനു മുമ്പ് അതിനുശേഷം നമ്മൾ പഠിപ്പിക്കാൻ ചില കാര്യങ്ങളുണ്ട്. അതിനു വേണ്ടിയാണ് ചെങ്കടൽ വഴിക്ക് കൊണ്ടുവന്നത്. അത് നമ്മൾ ചിന്തിക്കും, ഈ തുടർന്ന് ക്ലാസ്സുകളിൽ ചിന്തിക്കും. അപ്പോൾ ക്രിസ്തുവിനെ ഭക്ഷിക്കുന്ന രീതി എന്താണെന്നാണ് ഈ ക്രൂശിക്കപ്പെട്ടവനെ ക്രിസ്തുവിൻ്റെ സുവിശേഷം എന്ന് പറയുന്നത്. കർത്താവ് തന്നെ പറഞ്ഞിരിക്കുന്നത്, എൻ്റെ മാംസം തിന്നാതെയും എൻ്റെ രക്തം പാനം ചെയ്തിരിക്കുന്നതിൻ്റെ ഉള്ളിൽ ജീവനില്ല. അപ്പോൾ നമ്മൾ ജീവൻ ഉണ്ടാകേണ്ട ഒരു വിഷയമാണ്. സുവിശേഷം കൊണ്ട് ജീവനും അക്ഷയതയും വരുത്തുന്ന കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാകണമെങ്കിൽ ഈറ്റിംഗ് ബ്രെഡ് ആ എപ്പിസോഡ് കാണുക. ഞാൻ വളരെ ലളിതമായിട്ട് പറയാം. നിങ്ങളുടെ ഓരോ ടെംപ്റ്റേഷനുകളിലും ഓരോ പരിശോധനകളിലും തീയുടെ അവസ്ഥയിൽ കൂടെ കടന്നു പോകണം. ക്രിസ്തുവിൽ മാത്രമുള്ള ആശ്രയം, ലോക ആശ്രയങ്ങളിൽ ഒന്നും ആശ്രയിക്കാതെ ക്രിസ്തുവിൽ മാത്രം ആശ്രയിക്കുക. പരിശുദ്ധാത്മാവ് ദൈവമാണ് നിങ്ങളുടെ ഏതൊരു കഷ്ടതയും ഓർഗനൈസ് ചെയ്യുന്നത്. ആ കഷ്ടതയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സെൽഫ് എന്താണെന്ന് മനസ്സിലാകും. പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്ന രണ്ട് കാര്യമാണ്. ഒന്ന്, നിങ്ങളുടെ സെൽഫിന് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരിക. ആ സെൽഫിന് നിങ്ങൾ ഉപേക്ഷിക്കാൻ തയ്യാറാകുന്നുവെങ്കിൽ ഉടനെ അതിൻ്റെ റീപ്ലേസ്മെൻ്റ് ആയിരിക്കുന്ന ക്രിസ്തുവിൻ്റെ പുനരുദ്ധാര ശക്തി നിങ്ങളുടെ സോളിൽ വെളിപ്പെടുത്തും. ആ പുനരുദ്ധാര ശക്തിയെ നിങ്ങൾ സ്വീകരിക്കുന്നതാണ് തീയിൽ ചുട്ടതായിട്ടുള്ള മാംസം തിന്നുക എന്ന് പറയുന്നത്. അതിനെയാണ് യേശു പറഞ്ഞത്, എൻ്റെ മാംസം തിന്നാതെയും. ഇതിനെ പല രീതിയിലും വ്യാജ ഇൻ്റർപ്രിട്ടേഷൻസ് കൊണ്ടുവന്ന് ട്രാൻസ്സബ്സ്റ്റാൻഷ്യൻസ് എന്ന് പറഞ്ഞുകൊണ്ട് കത്തോലിക്കർ അവരെ അനുഗമിക്കുന്നതായിട്ടുള്ള ഓർത്തഡോക്സ്, യാക്കോബ, ഇതെല്ലാം കൂടെ പ്രവർത്തിക്കുന്നു. ഇതൊക്കെ ഞാൻ ആ ക്ലാസ്സിൽ വിവരിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മുടെ സബ്ജക്റ്റ് അതല്ലാത്തത് കൊണ്ട് അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് സബ്ജക്റ്റ് തീർക്കാൻ സാധിക്കുകയില്ല. അരക്കെട്ടിയും കാലിൽ ചെരുപ്പിട്ടും കയ്യിൽ വടി പിടിച്ചും കൊണ്ട് നിങ്ങൾ തിന്നണം, തിടുക്കത്തോടെ നിങ്ങൾ തിന്നണം. അത് യഹോവയുടെ പെസഹയാവുന്നു. അപ്പോൾ ചോരത്തളി ആചരിച്ച ജനത്തിന്, ക്രിസ്തുവിൽ വിശ്വസിച്ച് ചോരത്തളി ആചരിച്ച ജനത്തിന് ഒരു വാണിംഗ് ഉണ്ട്. നേരം വെളുക്കുന്നവരെയും കർത്താവായ യേശു ക്രിസ്തു മധ്യാകാശത്തിൽ വന്ന് തുടർന്ന ശേഷം 7 വർഷം ആൻറ്റിക്രൈസ്റ്റിൻ്റെ ഭരണം കഴിഞ്ഞ് 1000 ആണ്ട് വാഴ്ചയുടെ തുടങ്ങുമ്പോഴേ നേരം വെളുക്കുന്നുള്ളൂ. അതുവരെയും ഇരുട്ട് തന്നെയാണ്. അപ്പോൾ ചോരത്തളി ആചരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് മിസ്രൈം ദേശത്ത് വസിച്ചുകൊണ്ട് കാര്യമില്ല. നീ ചോരത്തളിക്ക് പുറത്ത് കടന്നാൽ നിനക്ക് സ്പിരിച്വൽ ഡെത്ത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ ലോകത്തിനുള്ളിൽ ആശ്രയിച്ചാൽ, യോഹന്നാൻ തൻ്റെ ലേഖനത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ലോകത്തിനുള്ളിൽ സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്ന അവന് ദൈവസ്നേഹമില്ല. ജഡമോഹം, കൺമോഹം, ജീവിതത്തിൻ്റെ പ്രതാപം, ഇവ ഒന്നും ദൈവത്തിൽ നിന്നുള്ളതല്ല, ലോകത്തിൽ നിന്നുള്ളത് അത്രേ. ഇനി ആശ്രയിക്കേണ്ട കാര്യമുണ്ട്. അപ്പോൾ പെന്തിക്കോസ്തിലാണെന്ന് പറഞ്ഞു, രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞു. ഇന്നും നീ ലോകത്തിലാണെങ്കിൽ യു ആർ അണ്ടർ ദ കേഴ്സ്. യു ആർ അണ്ടർ ദ കേഴ്സ്. രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, പരിശുദ്ധാത്മാവ് നിറവ് പ്രാപിച്ചു, ഏതൊക്കെ ഭാഷ പറഞ്ഞുകൊണ്ട് ഒരു കാര്യമില്ല. നിന്നിൽ ക്രിസ്തു വസിക്കുകയും നീ ക്രിസ്തുവിൽ വസിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ യു ആർ ഔട്ട് ഓഫ് ദ വേ. ബട്ട് റിപ്പൻറ്റ് തിരിച്ചു വരാൻ സമയമുണ്ട് ഈ ശരീരത്തിൽ വസിക്കുന്നിടത്തോളം. ഇനിയോ നമ്മുടെ സബ്ജക്റ്റ് അത്ര ആഴത്തിൽ നിൽക്കാൻ നമ്മുടെ സമയമില്ല. ഇനി നമുക്ക് ഈ സബ്ജക്റ്റ് ഇപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു രൂപരേഖ പിടികിട്ടിയല്ലോ. അതായത് എന്തായിരുന്നു മനുഷ്യനെ കുറിച്ചുള്ള പ്ലാന്, അത് പറഞ്ഞു പരീക്ഷണ സമയത്ത് എന്ത് സംഭവിച്ചു, തുടർന്ന് വാക്യങ്ങളൊക്കെ വായിച്ചു. ഇങ്ങനെ ഇരിക്കുന്ന മനുഷ്യനോടാണ് സുവിശേഷം അറിയിക്കുന്നത്. അതിൻ്റെ ലക്ഷ്യം എന്താണ്? എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 19 തുടങ്ങി 23 വരെ വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന പോലെ ക്രിസ്തു തലയായിരിക്കുന്ന ശരീരത്തോട് ഒന്നായി ചേർന്ന് മനുഷ്യനെക്കുറിച്ചുള്ള എറ്റേണൽ പ്ലാൻ നിന്നിൽ കൂടെയും നീയായിരിക്കുന്ന ചർച്ചയിൽ കൂടി നടക്കുന്നില്ലെങ്കിൽ നീ ക്രിസ്തുവിൽ അല്ല. ഈ അവസ്ഥയിലേക്ക് കൊണ്ടുവരുവാനാണ് സുവിശേഷം തന്നിരിക്കുന്നത്.
ഇനി ഈ ചിത്രത്തിലേക്ക് നോക്കുക. നിങ്ങളുടെ പ്രാണനിൽ സ്റ്റിമുലേഷൻ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ ശരീരത്തിനും അതിൻ്റെതായ ആഗ്രഹങ്ങൾക്കുമായി യേശുവിനെ പ്രസംഗിക്കുന്നത് പറയും സോഷ്യൽ വെൽഫെയർ സെൻ്റർ എന്ന് പറയും. അത് സുവിശേഷമല്ല. ഞാൻ വളരെ പച്ചയായിട്ട് പറയുക. നിന്റെ മനസ്സാക്ഷിയെ തൊട്ട് പാപബോധം ഉളവാക്കി നിന്റെ യാത്ര മരണത്തിലേക്കാണ്, അതിൻ്റെ അന്ത്യം നിത്യ നരകത്തിലേക്കാണ് ചെന്നു തീരുന്നത് പറഞ്ഞുകൊണ്ട് നിന്നിൽ മരണം വ്യാപരിക്കുന്നുണ്ട്. ഈ മരണത്തിൽ നിനക്ക് മാറി ജീവനും അക്ഷയതയും വേണമെങ്കിൽ ക്രിസ്തുവിനെ ഭക്ഷിച്ചേ മതിയാകുകയുള്ളൂ എന്നുള്ളതാണ് സുവിശേഷം. ഇതെല്ലാം എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഇന്നും അനുഭവിച്ചുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. മരണത്തെ ജയിക്കുന്നത്. സ്തോത്രം. ഇനി നമുക്ക് റോമാലേഖനം 12 തുടങ്ങിയൊന്ന് വായിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി കാണും. അതുകൊണ്ട് ഏക മനുഷ്യനാം പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇതിന് ഒരു നമുക്ക് ഗ്രീക്ക് ബൈബിളിൽ അല്പമായിട്ട്, അധികം ഒന്നും എടുക്കാൻ പറ്റില്ല, അല്പമായിട്ട് ഗ്രീക്ക് ബൈബിൾ തന്നെ ഒന്ന് എടുത്ത് വായിച്ചു നോക്കാം. റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ എന്താണെന്ന് പറഞ്ഞിരിക്കുന്നതെന്ന് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം ഞാൻ എടുക്കുകയാണ്. റോമൻസ് ചാപ്റ്റർ 5 വേഴ്സ് 12. ഇവിടെ നിങ്ങൾക്ക് മേളിൽ കാണുന്നത് ഗ്രീക്ക് ഭാഷയാണ്. ഗ്രീക്ക് ഭാഷയുടെ ഈ ലൈന് ഗ്രീക്ക് ഭാഷയുടെ പ്രൊണൗൺസിയേഷൻ അല്ലെങ്കിൽ വേർഡ് ടു വേർഡ് ട്രാൻസ്ലേഷൻ എന്ന് പറയുക. അതിന് ഇത് പ്രൊണൗൺസിയേഷനാണ് സെക്കൻഡ് ലൈനിൽ എഴുതിയിരിക്കുന്നത്. വേർഡ് ടു വേർഡ് ട്രാൻസ്ലേഷനാണ് ഈ തേർഡ് ലൈൻ ബ്ലൂ കളറിലിരിക്കുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന ഇംഗ്ലീഷാണ് താഴെ എഴുതിയിരിക്കുന്നത്. അത് തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. Therefore, even as through one man sin entered into the world. ഇവിടെ വേൾഡ് എന്നുള്ള ഉപയോഗിച്ചിരിക്കുന്നത് ഇതാണ്, കോസ്മോൺ. ഗ്രീക്ക് പദം ഉപയോഗിച്ചിരിക്കുന്നത് കോസ്മോൺ, സിസ്റ്റം അല്ലെങ്കിൽ വേൾഡ്. ആ വേൾഡ് എന്ന പദത്തിന് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ സ്തോത്രം ഇത്രയും വേദവാക്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇത് നമുക്ക് വേണമെങ്കിൽ എടുക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിൽ 9-ാം വാക്യം ഒന്ന് വായിച്ചു നോക്കാം. ജോൺ 1-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം, 9-ഉം 10-ഉം. ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. സെയിം വേർഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആമേൻ. അവൻ ലോകത്തിലുണ്ടായിരുന്നു, ലോകം അവൻ മുഖാന്തരം ഉളവായി. എന്നാൽ ലോകത്തിലുണ്ടായിരുന്നു പറഞ്ഞാൽ എല്ലാ മനുഷ്യനുള്ളിലുണ്ടായിരുന്നാണോ? 12-ാം വാക്യം എന്താ പറയുന്നത്? ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ. എല്ലാ മനുഷ്യൻ്റെ ഉള്ളിലല്ല, ലോകത്തിൽ. കോസ്മോൺ എന്ന വേർഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് നിങ്ങൾക്ക് ഈ വാക്യങ്ങൾ, അനേക വാക്യങ്ങളുണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ എപ്പിസോഡ് ഇതിൻ്റെ PDF ഫയൽ അയക്കുമ്പോൾ PDF ഒരുപക്ഷെ നിങ്ങൾക്കിത് കാണുകയില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രീക്ക് ബൈബിളുകൾ വെബ്സൈറ്റിൽ വേണ്ടത്ര ഗ്രീക്ക് ബൈബിളുകളുണ്ട്. ഗ്രീക്ക് ബൈബിളുകൾ നിങ്ങൾക്കത് കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ കോസ്മോൺ എന്ന വേർഡ് മനുഷ്യനെ കുറിച്ചല്ല പറഞ്ഞിരിക്കുന്നത്. എന്നാൽ മനുഷ്യനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ആന്ത്രോപോൺ, ഹ്യൂമൻ. സ്ത്രീയും പുരുഷനും അടങ്ങുന്ന ഹ്യൂമൺ പറഞ്ഞിരിക്കുന്നത് ആന്ത്രോപോൺ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? റോമൻസ് ചാപ്റ്റർ 5 വേഴ്സ് 12. Because of this, even as through one human, നമ്മളിവിടെ വായിക്കുമ്പോൾ one man എന്നുള്ളതിന് ഗ്രീക്കിൽ ആക്ച്വലി one human, the sin into the world entered എന്നാണ്. The word to word translation ആണ് ഇതിന് പറയുക. into the world. കോസ്മോൺ എന്ന വാക്ക് ഉപയോഗിച്ച് എല്ലാ മനുഷ്യരിലേക്കല്ല, ലോകത്തിലേക്ക് കടന്നു. അവിടെ ടെംപ്റ്റേഷൻ ഉണ്ടാകുമ്പോൾ ദൈവം, നമ്മൾ എക്ലേസിയാസ് സഭാപ്രസംഗി 12-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം വായിക്കുമ്പോൾ പൊടി മുമ്പിരുന്നത് പോലെ, അതും കൂടി ഒന്ന് വായിച്ചേക്കാം. സഭാപ്രസംഗി 12-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം. പൊടി പണ്ട് ആയിരുന്നത് പോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും, ആത്മാവ് അതിന് നൽകിയ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോകും. അപ്പോൾ ഓരോ മനുഷ്യനും ദൈവം സെപ്പറേറ്റ് ആത്മാവിനെയാണ് നൽകിയിരിക്കുന്നത്.
നിങ്ങൾ വെളിപ്പാട് പുസ്തകത്തിലും ഓരോ സമയം നോക്കുമ്പോൾ ഒരാത്മാവായിട്ടല്ല നിൽക്കുന്നത്, ആദാമിൻ്റെ ആത്മാവിനോട് ചേർന്ന ആത്മാവായിട്ടല്ല നിൽക്കുന്നത്, സെപ്പറേറ്റ് ആത്മാക്കളായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഒരു വ്യക്തിയിലേക്ക് ഒരു അമ്മയുടെ ഉദരത്തൊരു ശിശു ഉരുവാകുമ്പോൾ അതിൻ്റെ ഒരു ഉള്ളിൽ ഒരു ആത്മാവിന് നൽകുന്ന സമയം എപ്പോഴാണെന്ന് പറഞ്ഞിട്ടില്ല. ഞാനതിനെക്കുറിച്ച് ക്ലാസ് മുമ്പ് ഈ സബ്ജക്റ്റ് തന്നെ മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ദൈവം ഇൻകറപ്റ്റഡ് ആയിരിക്കുന്ന ഒരു സ്പിരിറ്റിനെയാണ് ഓരോ ശിശുവിന് നൽകുന്നത്. എന്നാൽ ശിശു പുറത്തു വന്നതിന് ശേഷം ഇത്രമാത്രം ടെംപ്റ്റേഷനുള്ള ലോകത്തിലാണ് ശിശു വസിക്കുമ്പോൾ അത് എന്താ പറയുക, നാച്ചുറലായിട്ട് ടെംപ്റ്റേഷന് മുന്നിലാണ് വസിക്കുന്നത്. നമുക്ക് നമ്മുടെ ലൈഫിൽ ചോദ്യം നോക്കി അറിയാമല്ലോ, ആ ടെംപ്റ്റേഷനിൽ വശീകരിക്കപ്പെട്ട് പാപം ചെയ്യുമ്പോഴാണ് സിൻ അതിൻ്റെ അകത്ത് കിടക്കുന്നത്. അതുവരെ സിൻ അതിൻ്റെ പുറത്തേ ഉള്ളൂ. കായിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, ഹാനോക്കിൻ്റെ കാര്യം പറഞ്ഞു, നോഹയുടെ കാര്യം പറഞ്ഞു. ഹല്ലേലൂയ. എന്നാൽ ക്രിസ്തുവിന് കൂടെ രക്ഷയുണ്ടോ? അബ്സല്യൂട്ട്ലി നോ. മറ്റൊരുത്തനും രക്ഷയില്ല. ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട ഒരേ ഒരു നാമമുള്ളൂ, ക്രിസ്തു യേശു എന്ന നാമം. കാരണം ഈ ലോകത്തിൽ ടെംപ്റ്റേഷനെ, ക്രിസ്തുവിന് കൂടെ ടെംപ്റ്റേഷനെ ജയിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തികളുമില്ല. അത്രമാത്രം പാപത്തിന് ടെംപ്റ്റേഷനുള്ള ലോകമാണ്. ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പോകുന്നത് 12ാം വാക്യത്തിൽ, അതുകൊണ്ട് ഏക മനുഷ്യനായ പാപത്താൽ മരണം ലോകത്തിൽ കടന്ന് ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യാൻ മരണം സകല മനുഷ്യർ പരന്നിരിക്കുന്നു. ഇനി അതിൻ്റെ താഴോട്ട് വായിക്കുമ്പോൾ അടുത്ത പേജിൽ ഏക മനുഷ്യൻ്റെ, അതായത് വേഴ്സ് 19ാം വാക്യം, ഏക മനുഷ്യൻ്റെ അനുസരണക്കേടിന് അനേകർ പാപികളായി തീർന്നതുപോലെ ഏകൻ്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി തീരും. ഈ വാക്യം ഉപയോഗിച്ചുകൊണ്ട് 12ാം വാക്യം 19ാം വാക്യം ഉപയോഗിച്ചുകൊണ്ട് 12ാം വാക്യത്തിൽ ആദാമിൻ്റെ ഇമ്പ്യൂട്ടഡ് അല്ലെങ്കിൽ ഇൻഹെറിറ്റഡ് സിന്നാണ് അവൻ്റെ സകല പ്രജകളിലും വ്യാപരിക്കുന്നത്. അതുകൊണ്ട് ഏക മനുഷ്യൻ്റെ അനുസരണത്താൽ സകല മനുഷ്യർക്കും ഫ്രീ റൈഷ്യസ്നെസ് കിട്ടുന്നു, വിത്തൗട്ട് ഒരു പ്രവൃത്തിയും. അവരുടെ ഒരു പ്രവൃത്തിയും കൂടാതെ ഒരു മനുഷ്യനാൽ അനുസരണക്കേണ്ട പാപത്താൽ മരണവും കടന്നു, ഏകൻ്റെ അനുസരണത്താൽ സകല മനുഷ്യർക്കും നീതിമാന്മാരായി തരാം. ഒന്നിനല്ലേ വന്നത്. ഇങ്ങനെ വ്യാജമായൊരു ഉപദേശം സ്ഥാപിക്കാൻ വേണ്ടിയാണ് ഈ 12ാം വാക്യത്തെ തെറ്റായി കോട്ട് ചെയ്തത്. ഇന്ന് പെന്തിക്കോസ്ത് ഗോളത്തിൽ പോലും വലിയ വലിയ തിയോളജൻസി പോലും പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. 19ാം വാക്യത്തിൽ പറഞ്ഞത് എന്താണ്? ഏകൻ്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ ഏകൻ്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി തീരും. അപ്പം പിന്നെ വിശ്വാസത്തിൻ്റെ എന്താ ആവശ്യമുള്ളത്? നമ്മൾ 25ാം വാക്യത്തിൽ എന്താ പറഞ്ഞ് വായിച്ചത്? റോമാലേഖനം 3:25 വാക്യം. വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. അപ്പോൾ അതിന് വിശ്വാസത്തിൻ്റെ ആവശ്യം എന്താ? ഏകമനുഷ്യനായ പാപം എല്ലാവരിലേക്കും കടന്നുവെങ്കിൽ ഏകൻ്റെ അനുസരണത്താൽ എല്ലാവരും നീതിമാന്മാരായിക്കൂടെ? പിന്നെ വിശ്വാസത്തിൻ്റെ ആവശ്യം എന്താണുള്ളത്? ഇതൊക്കെ നമ്മുടെ ലോജിക്കിന്, നമ്മുടെ റീസണിങ്ങിന് നിരക്കുന്നതാണോ അല്ലേ? അതുകൂടി ചിന്തിച്ച് നോക്കണം. ദൈവവചനങ്ങൾ ഇത്രയും വചനങ്ങൾ പറഞ്ഞു, ഇത്രയും വചനങ്ങളെ ആസ്പദമാക്കി നിങ്ങളുടെ റീസൺ നിങ്ങൾക്ക് എന്താ തരുന്നത്? നിങ്ങളുടെ മനസ്സാക്ഷി നിങ്ങൾ എന്താ പഠിപ്പിക്കുന്നത്? ഞാനൊരു ഉപദേശം സ്ഥാപിക്കുകയല്ല, ഒരു ഡോക്ടറേറ്റ് അല്ലെങ്കിൽ ഒരു തിയറി സ്ഥാപിക്കുകയല്ല, ദൈവവചനത്തിൻ്റെ തെളിവുകൾ വെച്ചുകൊണ്ട് പറയുകയാണ്. ഇങ്ങനെയാണ് വ്യാജ ഉപദേശങ്ങളെ മാനവജാതിയുടെ ഉള്ളിലേക്ക് കടത്തി നിങ്ങളുടെ രക്ഷയാണ് നഷ്ടപ്പെടുത്തി കളയുന്നത്. അതുകൊണ്ട് ഞാൻ വളരെ താഴ്മയോടുകൂടി അപേക്ഷിക്കുകയാണ്. അമ്മേ, ഇന്നിപ്പോൾ നമ്മൾ സബ്ജക്റ്റ് എന്താണ്? ഇമ്പ്യൂട്ടഡ് സിന്നാണോ ഇൻഹെറിറ്റഡ് സിന്നാണോ? ഇത് ആദ്യം സ്ഥാപിക്കുന്നത്. ഇത് മനസ്സിലായാൽ മാത്രമേ ഫ്രീ റൈഷ്യസ്, വിശ്വാസത്താലുള്ള ഫ്രീ റൈഷ്യസ്നസ് അറിയാൻ പറ്റുള്ളൂ. ഇമ്പ്യൂട്ടഡ് റൈഷ്യസ്നസ് ഓഫ് ക്രൈസ്റ്റ് ടു ദി ബിലീവേഴ്സ്. അപ്പോൾ ഇമ്പ്യൂട്ടഡ് സിന്നാണോ ഇൻഹെറിറ്റഡ് സിന്നാണോ അല്ല നാം ചെയ്ത സ്വന്തം പാപമാണോ എന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ക്രിസ്തുവിൻ്റെ ആവശ്യമുള്ളൂ. അല്ലെങ്കിൽ ദൈവം പ്രായശ്ചിത്തം നടത്തി ഏകൻ്റെ അനുസരണക്കേടുകൾ മരണം വന്നു, അതുകൊണ്ട് ഏകൻ്റെ അനുസരണത്താൽ നിത്യജീവൻ. യേശു പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവമാണെന്നാണ് ദൈവസഭകളെല്ലാം പഠിപ്പിക്കുന്നത്.
അവൻ പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായിരിക്കെ അവൻ്റെ നിലനിൽപ്പിന് വേണ്ടി ഡിവൈൻ ലോ അവൻ അനുസരിച്ചേ പറ്റുള്ളൂ. നമ്മുടെ അനുസരണക്കേടിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ അല്ല അവൻ്റെ അനുസരണം. ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. മാനവജാതിയുടെ ഡിസൊബീഡിയൻസിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ അല്ല അവൻ്റെ ഒബീഡിയൻസ്, ബട്ട് അവൻ്റെ പ്രായശ്ചിത്തം, അവൻ്റെ സഫറിങ് ആണ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ആകുന്നത്. കാരണം അവൻ മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. ഈ വാക്യങ്ങളൊക്കെ വെറുതെ വരുന്നതല്ല, ദൈവത്തിൻ്റെ ആത്മാവ് എഴുതി വെച്ചത്. മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ട് ഡിവൈൻ ലോ അവൻ മരിക്കാൻ സമ്മതിക്കാൻ പാടില്ല. ഡിവൈൻ ഗവൺമെൻറ്റിൻ്റെ പൂർണ്ണ ശക്തിയോടുകൂടെ അവൻ മരണം അനുഭവിക്കാൻ പാടില്ല. എന്നാൽ അവൻ തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നത്, എൻ്റെ ജീവനെ കൊടുക്കുവാൻ എനിക്ക് അധികാരമുണ്ട്, തിരികെ അടിക്കാനും എനിക്ക് അധികാരമുണ്ട്. യേശുവിനെ ആരും കൊന്നതല്ല, നമ്മുടെ പ്രായശ്ചിത്തത്തിനുമായിട്ട് അവൻ തന്നെ സ്വമേധയ അവൻ്റെ ജീവനെ കൊടുക്കുകയാണ് ചെയ്തത്. ഇതെല്ലാം നമ്മുടെ ബുദ്ധിക്ക് നിരക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇനി ഞാൻ വീണ്ടും പറയുന്നത്, നിങ്ങൾക്ക് ആരൊക്കെങ്കിലും ഈ വിഷയത്തിൽ ഒരു ഡിഫറൻറ്റ് ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ എൻ്റെ ടെലിഫോൺ നമ്പറോട് വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ആർക്കും എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഇന്നോ ഈ കാലങ്ങളിലോ ഇനി ഫ്യൂച്ചറിൽ ഇത് യൂട്യൂബിലിടുന്നതാണ്. ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒരു സംശയമോ ഡിഫറെൻ്റ് ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ നമുക്ക് ഈ കാര്യത്തെക്കുറിച്ച് വിശദമായി സംസാരിക്കാം. ദൈവത്തെ തെളിവോടുകൂടെ, ആർഗ്യുമെൻറ്റിന് വേണ്ടി വരണ്ട, തെളിവുകളോടുകൂടെ നിങ്ങൾക്കും എൻ്റെയും രക്ഷ നടക്കണം. ദൈവനാമം മഹത്വം എടുക്കണം. അതിനെ കർത്താവ് ദൈവം സഹായിക്കുമാറാട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ നിത്യനും ദൈവമേ സ്വർഗീയ പിതാവേ, നിൻ്റെ സ്നേഹത്തിനായി കരുതനായ സ്തോത്രം. തിരുവഴുത്തുകൾ ആസ്പദമാക്കി കർത്താവെ ഈ ജനത്തോട് സംസാരിക്കാൻ നീ കൃപ നൽകിയല്ലോ. ബുദ്ധിമുട്ട് കർത്താവ് പ്രവർത്തിക്കുക. പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും പുത്രൻ്റെ അടുത്തേക്ക് വരാൻ സാധ്യമല്ല. പിതാവെ, ഇത്രയും വലിയ പ്രായശ്ചിത്തം നടത്തി ഞങ്ങളോട് സ്നേഹത്തെ വെളിപ്പെടുത്തി. അതെല്ലാം ഞങ്ങൾക്കൊരു മെറിറ്റും പറയുവാനില്ല. ഈ ശബ്ദം ഈ ദിവസങ്ങളിൽ കേൾക്കുന്ന, ഒരുപാട് ദിവസങ്ങൾ നീ കേൾപ്പിക്കുന്ന ഓരോ ജനത്തെയും ഗ്രഹിപ്പിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് ദൈവമേ, കേൾക്കുന്നവരുടെ ചെവി തുറന്നാട്ടെ, സത്യം അവർ ഗ്രഹിപ്പിച്ചാട്ടെ, സത്യം അവർ സ്തോത്രമാക്കിയാട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ.